أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചത് നിലവിലുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ്. നമ്മതാണ് പറഞ്ഞു വന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇന്നേ വരെയും ഇസ്ലാം ഭൂലോകത്തില്ലാതായി പോയിട്ടില്ല. മനുഷ്യരീ ഭൂമിയിൽ ജീവിച്ച കാലത്തോളം ഇസ്ലാമുണ്ട്. ഒരു കാലത്തെ ചരിത്രത്തിനും ഇസ്ലാം 100% ഇസ്ലാം ഇല്ലാത്ത വെറും മനുഷ്യർ, വേറെ മതക്കാർ മാത്രം ജീവിച്ചൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖാലു റബ്ബുന അല്ലാഹ്, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കലാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്. നമ്മുടെ ഖാലിഖും നമ്മുടെ മാലിക്കും നമ്മുടെ മുദബ്ബിറും അള്ളാഹുവാണ്. അത് ആകാശലോകത്ത് വെച്ച് തുടങ്ങിയതാണ്. മനുഷ്യൻ ആദ്യം ആകാശലോകത്താണുള്ളത്. മനുഷ്യൻ എന്ന സൃഷ്ടി 2 വ്യവസ്ഥകളുടെ കൂട്ടായ്മയാണ്. ഒരേ സമയം അഭൗതികമാണ് മനുഷ്യൻ, അതേസമയം ഭൗതികവുമാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയിലുള്ള റൂഹ് തികച്ചും അഭൗതികമാണ്. റൂഹിനെ സംബന്ധിച്ചൊരിക്കലും സാങ്കേതിക ജ്ഞാനത്തിലൂടെ ഒന്നും പറഞ്ഞു വരാൻ കഴിയില്ല. ശരീരമാവട്ടെ ഭൂമിയിൽ മനുഷ്യൻ ശരീരം ഭൗതികവുമാണ്. അപ്പോൾ അഭൗതിക സംവിധാനമായ റൂഹും ഭൗതിക സംവിധാനമായ ശരീരവും തമ്മിലുള്ള കൂട്ടായ്മയാണ് മനുഷ്യൻ. ആ കൂട്ടായ്മയെ നിയന്ത്രിക്കുന്നത് ഖൽബാണ്. ശരീരം റൂഹ് ജസദ്, ശരീരം റൂഹ് എന്ന 2 സംവിധാനത്തെ ബന്ധിപ്പിക്കുന്നത് ഖൽബാണ്. ശരീരത്തിന് കൽബുണ്ട്, റൂഹിനും കൽബുണ്ട്.
ശരീരത്തിൻ്റെ കൽബ് ഭൗതിക കാര്യങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റൂഹിൻ്റെ കൽബാണ് ആത്മീയ കാര്യങ്ങളെ പറ്റിയുള്ള ഉത്ബോധനം തരുന്നത്. ഒരു വലിയ സംഭവമാണത്. മനുഷ്യനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞാൽ സുദീർഘമായിട്ട് പറയേണ്ടി വരും. ഈ 3 സംവിധാനങ്ങളെ ചേർത്ത് കൊണ്ടുപോകാനുള്ളതാണ് ഹയാത്ത് എന്ന് പറയുന്നത്. ഖലഖൽ മൗത വൽ ഹയാത്ത. ഹയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 സംവിധാനങ്ങളെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജത്തിനാണ് നാം ഹയാത്ത് എന്ന് പറയുന്നത്. അതിന് ജീവൻ എന്നൊക്കെ നമ്മൾ പറയും. മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരവും റൂഹും തമ്മിൽ പിരിയാനുള്ളൊരു സംവിധാനമാണ് മരണം. ശരീരവും റൂഹും തമ്മിൽ പിരിയാനുള്ളതാണ് മരണം. മരണം 2 തരമാണ്. ഒന്ന് താൽക്കാലിക മരണം, പിന്നെ ഒന്ന് സ്ഥിരമായ മരണം. താൽക്കാലികമായ മരണത്തിൻ്റെ ഒരു പ്രത്യേകത, ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുമെങ്കിലും അത് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഉറക്കിനെ സംബന്ധിച്ച് മരണം എന്ന് ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചു തന്നത്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്നാണ് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുക. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന്. അപ്പം ശരീരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കും ഉറങ്ങുന്ന സന്ദർഭത്തിൽ. അതിനാണ് അല്ലാഹു തആല ഉറക്കുന്നത് മനുഷ്യനെ. ഈ റൂഹിനെ കൊണ്ട് ചില മൈൻറ്റൻസ് പണിയൊക്കെ അർവാഹിൻ്റെ ലോകത്ത് നടക്കാനുണ്ട്. റൂഹിന് ആലമുൽ അർവാഹ് അഥവാ ആലമുൽ അംർ, ആലമുൽ ഖൽക്ക്, 2 ലോകമാണ്. ഒന്ന് ആലമുൽ അംർ, ഒന്ന് ആലമുൽ ഖൽക്ക്. ഭൗതിക ലോകത്തിന് നാം ആലമുൽ ഖൽക്ക് എന്നും ആലമുൽ അസ്ബാബ് എന്നും പറയും. അതൊന്നും അങ്ങനെ ഹെഡിങ് പറഞ്ഞു പോയാൽ മനസ്സിലാകുന്ന വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിൽ മനുഷ്യൻ്റെ റൂഹിനെ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആലമുൽ അംറിൽ ചെന്ന് അതിന് ചില മെയിൻ്റനൻസ് നടത്താറുണ്ട്, സർവീസ് നടത്താനുണ്ട്. എന്നിട്ട് അള്ളാഹു നിശ്ചയിക്കുന്ന സമയം വരുമ്പോൾ ആ റൂഹിനെ തിരിച്ച് ശരീരവുമായിട്ട് ഘടിപ്പിക്കും. അപ്പം നാം ഉറക്കം ഞെട്ടും. ചിലപ്പോൾ കുറച്ച് സമയത്തേക്കായിരിക്കും, കുറച്ച് സുദീർഘമായ സമയത്തായിരിക്കും. ഇതൊന്നും ഒന്ന് സയൻറ്റിഫിക്കലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല ഈ ഉറക്ക്, ഉണർച്ച എന്നൊന്നും പറഞ്ഞാൽ. അതൊക്കെ ഗുളിക കൊടുത്തിട്ട് ഉറക്കിപ്പിക്കുന്നതൊക്കെ ശരീരത്തിൻ്റെ ബാഹ്യമായ അല്ലെങ്കിൽ ആന്തരികമായ അവയവങ്ങളെ മരവിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ വേറെ വിഷയം. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അംറിൽ വെച്ച് തന്നെ മനുഷ്യൻ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റമില്ല. എന്താണ് ആ തീരുമാനം? മനുഷ്യർ അള്ളാഹുവിൻ്റെ പടപ്പാട്, മനുഷ്യരുടെ റബ്ബ് അള്ളാഹുവാണ്. നേരത്തെ കാലത്തെ തീരുമാനം എടുത്ത് വെച്ചതുകൊണ്ട് തന്നെ ഭൂമിയിൽ വന്നതിന് ശേഷം ആ തീരുമാനം മാറുന്ന പ്രശ്നമില്ല. മനുഷ്യർ എപ്പോഴും അള്ളാഹുവിനെ റബ്ബായി കാണുന്നവനാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവവിശ്വാസിയല്ലാത്തൊരു മനുഷ്യനും ഭൂലോകത്തില്ല. അത് ഭൗതികവാദികളായാലും യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും അവർ ദൈവവിശ്വാസികളാണ്. ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞത് റൂഹിൻ്റെ ഭാഗമായതുകൊണ്ട് നിരീശ്വരവാദിക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരു നിരീശ്വരവാദിക്ക് അല്ലെങ്കിൽ ഒരു ഭൗതികവാദിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അവൻ്റെ റൂഹിൽ നിന്ന് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ റബ്ബിലുള്ള വിശ്വാസത്തെ മുറിച്ചെടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അവരിൽ നിന്ന് വരും. മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു 1992. സോവിയറ്റ് റഷ്യ പിരിച്ചുവിട്ടു. ഓരോ സോവിയറ്റുകൾക്കും ഓരോരോ അവകാശം വകവെച്ചു കൊടുത്തു. അന്ന് മിസ്റ്റർ ഗോർബച്ചോവ് പറഞ്ഞൊരു വിഷയമുണ്ട് ലോകത്തോട്. ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം നിലവിലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലുണ്ടാവും, നമുക്ക് വിഷയമല്ല. ആ കാലഹരണപ്പെട്ടു പോയ ഒരു വ്യവസ്ഥിതിയുടെ പേരിൽ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടാകാം. അതങ്ങനെയാണല്ലോ, എല്ലാ രാഷ്ട്രീയവും അങ്ങനെയാണ്. അതിനൊരു വ്യവസ്ഥിതി ഉണ്ടാവും, അതൊക്കെ കാലഹരണപ്പെട്ടിട്ടുണ്ടാവും പണ്ടേ. പക്ഷെ ആ കാലഹരണപ്പെട്ടു പോയ വ്യവസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നുണ്ടാകാം, അത് നമുക്ക് വിഷയമല്ല, നമ്മുടെ ചർച്ചയിലുള്ളതല്ല. പക്ഷെ കമ്മ്യൂണിസം എന്നതൊരു വ്യവസ്ഥിതിയാണ്.
അത് വേണ്ടാന്ന് വെച്ചു അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, സോവിയറ്റ് റഷ്യൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഗോർബച്ചോവ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് പറയാനല്ല എൻ്റെ ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഏതാണ്ട് ഒരു 75 കൊല്ലക്കാലം സോവിയറ്റ് റഷ്യയിൽ നിരീശ്വരത്വവും ഭൗതികവാദവും പഠിപ്പിച്ച് മതം ഒന്നും മിണ്ടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അടിച്ചമർത്തി അടിമകളെപ്പോലെ റഷ്യയിലെ ജനങ്ങളെ പോറ്റി വളർത്തുന്നൊരു കാലഘട്ടമായിരുന്നു അത്. 75 കൊല്ലക്കാലം. ഒരു സുപ്രഭാതത്തിൽ അയാൾ പറഞ്ഞത്, കമ്മ്യൂണിസം ഇനി നമുക്ക് വേണ്ട, ആധുനിക ലോകത്ത് മനുഷ്യനെ നയിക്കാൻ ഉപയുക്തമല്ല ഈ സിദ്ധാന്തം. എന്നിട്ട് അയാൾ പറഞ്ഞു, ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ആ ബുദ്ധി ഉപയോഗിച്ച് പുതിയ മേഖലകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അയാളുടെ നാവിൽ നിന്ന് വന്നത് ദൈവം എന്ന പ്രയോഗമാണ്. അത് പറയാനാണ് ഞാനത് പറഞ്ഞത്. എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും ഒരു ദിവസം അയാൾ ദൈവം അല്ലെങ്കിൽ പടച്ചവൻ അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള പദം ഉപയോഗിക്കും. അത് അവരുടെ ശരീരത്തിൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫിത്രത്തിൻ്റെ ഭാഗമാണത്, പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രകൃതവുമായിട്ട് അള്ളാഹുവാണ് റബ്ബ് എന്നതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അന്ന് റൂഹാണ് അത് സമ്മതിച്ചത്, ശരീരമല്ല. എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. റൂഹാണ് ആകാശലോകത്ത് വെച്ച് സമ്മതിക്കുന്നത്. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. അർവാഹിൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചർച്ച നടത്തുന്നത്. ശരീരത്തോടു കൂടി അന്ന് ആദമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ശരീരത്തോടു കൂടി ഉണ്ടായിട്ടില്ല. അതായത് റൂഹിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു മനുഷ്യൻ അന്ന് ആദമ് മാത്രമാണ്. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദം. ആദമിനെയും ആദമിൻ്റെ സന്തതികളെയും നാം ഒരുമിച്ച് കൂട്ടി ഒരു കരാറ് ഉണ്ടാക്കി എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ആദമിനെ ഉടലോടുകൂടി ശരീരത്തോടു കൂടിയും ബാക്കിയുള്ള മക്കളെ മുഴുവനുടെയും അർവാഹുകളെയുമാണ് ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ട് അവിടെ നിന്നാണ് ഈ തീരുമാനം വരുന്നത്. എന്താണ് അല്ലാഹു തആല ചോദിക്കുന്നത്? അലസ്തു ബി റബ്ബിക്കും, നിങ്ങൾ റബ്ബ് ഞാനല്ലേ? അന്ന് എല്ലാവരും മറുപടി പറയുന്നു, റൂഹുകൾ മുഴുവനും. അഥവാ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ അള്ളാഹ് തീരുമാനിച്ച ആ മനുഷ്യ ശരീരത്തിൽ നിക്ഷേപിക്കാൻ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ആലമുൽ അമ്രിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന റൂഹുകൾ. ആ റൂഹുകൾക്ക് അന്ന് മതമില്ല, ഒറ്റ മതമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. റൂഹുകൾക്ക് വേറെ ചിന്തകളില്ല. റൂഹ് ശുദ്ധമാണ്, റൂഹ് എപ്പോഴും ശുദ്ധമാണ്. ആ റൂഹ് ശരീരവുമായിട്ടുള്ള ബന്ധത്തിലാണ് മലിനമാകുന്നത്. ഭൂമി ലോകത്ത് മാത്രമേ റൂഹിനെ മലിനമാക്കാൻ കഴിയുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. വനഫ്സിൻ, ആത്മാവിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേടകത്തെ തന്നെയാണ് സത്യം, പ്ലാറ്റ്ഫോം. വമാ സവ്വാഹ, റൂഹിന് പ്രവർത്തിക്കാനുള്ള പേടകം, പ്ലാറ്റ്ഫോം, അത് ശരീരമാണ്. ശരീരം ആധുനികൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റോബോട്ടാണ്. റൂഹിന് പ്രവർത്തിക്കാനുള്ള ഒരു റോബോട്ടാണ് ശരീരം. ഇവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന അങ്ങനെ തന്നെയാണ്. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ തന്നെയാണ് സത്യം. ആത്മാവിൻ്റെ അല്ലാഹു തആല ഈ ഭൂമിയിൽ പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ പ്ലാറ്റ്ഫോമിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇവിടെ വിജയപരാജയം എന്നതിനെ സംബന്ധിച്ചുള്ള മെസ്സേജ് റൂഹിന് കൈമാറുന്നത് ശരീരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ കൽബ്. അൽഹമ ഫുജൂർ എന്ന് പറഞ്ഞാൽ പാപകരം, അപകടകരം, പരാജയം. തഖ്വ വിജയം. ഫുജൂറിൻ്റെയും തഖ്വയുടെയും മെസ്സേജുകൾ ശരീരത്തിന്, കൽബിന്, റൂഹിന് കൈമാറുന്നത്. എന്നിട്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഏതൊരുത്തൻ ആ ആത്മാവിനെ ശുദ്ധിയാക്കിയെടുത്തോ അവൻ വിജയിച്ചു. ഫഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ ആരും മലിനപ്പെടുത്തിയോ അതിനെ ചീത്തയാക്കിയോ കച്ചറയാക്കിയോ അവൻ പരാജയപ്പെടുകയും ചെയ്തു. ഇതാണ് അതിന് കാരണ പറച്ചിലിൻ്റെ.
അപ്പോൾ ആകാശലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയാണ് റൂഹുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അന്ന് റൂഹുകൾ മുഴുവനും ഒറ്റ സ്വരത്തിൽ ഏറ്റൊരു വിഷയമാണ്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോ റൂഹിനെ കൊണ്ടും അള്ളാഹ് ഷഹാദത്ത് അറിയിപ്പിച്ചിട്ടുണ്ടെന്ന്. ഏത് വിഷയത്തിൽ? അലസ്തു ബി റബ്ബിക്കും, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ കാര്യത്തിലാണ് ആ ഷഹാദ. കാലു ബല ഷഹിദിര, എല്ലാവരും ഒന്നിച്ച് ഷഹാദത്ത് പറഞ്ഞു. അഷ്ഹദു അന്നല്ലാഹ റബ്ബുന. അന്നത്തെ ഷഹാദത്ത് അങ്ങനെയാണ്. അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ല. ഇല്ല എന്ന നെഗേഷൻ വരുന്നത് ഭൂമിയിലാണ്. മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ് ഇല്ല എന്ന വിപ്ലവധ്വനി വരുന്നത്. അങ്ങനെയാണ് ലാ ഇലാഹ വരുന്നത്. ലാ ഇലാഹ ഇല്ല, ലാ വിപ്ലവമാണ്, പ്രശ്നമാണ്, ഒരിക്കലും താങ്ങാൻ കഴിയില്ല ആർക്കും. അതന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ ഷിയാക്കൾ വരെയും ലാ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ല, ലാ അവർ ചർച്ച ചെയ്യുകയില്ല. അതുകൊണ്ടാണ് സൂഫികൾ ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ റബ്ബ ഇല്ലല്ല എന്ന് അർത്ഥം വെച്ചത്. കാരണം സൂഫികളെ നിലനിൽപ്പ് ലാനെ കൊല്ലുമ്പോഴാണ്. സൂഫി തരീഖത്തുകളുടെ നിലനിൽപ്പ് ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാനെ കൊന്നാലാണ്. അപ്പം ലാനെ കൊല്ലാൻ വേണ്ടിയിട്ട് സൂഫി തരീഖത്തിൻ്റെ ശൈഖന്മാർ എന്തർത്ഥം വെച്ചു? ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ മാലിക്ക ഇല്ലല്ല, ലാ ഖാലിക്ക ഇല്ലല്ല, ലാ മുദബ്ബിറ ഇല്ലല്ല എന്നർത്ഥം വെച്ചു. അപ്പോൾ റുബൂബിയത്തിൻ്റെ അർത്ഥമായി. ഈ കേരളത്തിൽ ഇന്ത്യയിലായാലും കേരളത്തിലായാലും വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ ഇവിടെയാണ് കളിക്കുന്നത്, ഈ വിഷയത്തിലാണ് കളിക്കുന്നത്. സലഫികൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊന്നും ലാ ഇലാഹ ഇല്ല ലാ താല്പര്യമല്ല ചർച്ച ചെയ്യുന്നത്. അതൊരു വലിയ വിഷയമാണ്. ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴുള്ള വിഷയമാണത്. ഉദാഹരണത്തിന് തബ്ലീഗുകാരെ എടുക്കി. 1930കളിലാണ് തബ്ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ. മൗലാന ഇല്ലാസ് സാഹിബാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചത്. അദ്ദേഹം തുടങ്ങുമ്പോൾ ലാ കൊണ്ടാണ് തുടങ്ങിയത്. പിറകെ വന്നപ്പോൾ സൂഫി തരീഖത്തുമായി ബന്ധപ്പെട്ടവർ അതിൻ്റെ തലപ്പത്ത് വന്നപ്പോൾ ലാ ഇലാഹ ഇല്ല ലാക്ക് പ്രസക്തി ഇല്ലാതെയായി. അങ്ങനെ റുബൂബിയത്തിൻ്റെ അർത്ഥം വെക്കാൻ തുടങ്ങി അവർ. തബ്ലീഗിൽ ചേബാത്ത് 6 കാര്യങ്ങൾ, അവരുടെ പ്രവർത്തന മേഖല 6 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് കലിമയാണ്, ഈമാനല്ല കലിമയാണ്. അത് പിറകെ വന്നവർ ഈമാനാക്കി മാറ്റി. കലിമ, നമാസ്, ഇൽമ, ദിക്ർ, ഇഖ്ലാസ്, ഇക്റാം, ദഅവത്ത്. ഇതാണ് 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് കലിമ എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. കലിമ പഠിപ്പിക്കാനാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അതെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഷഹാദത്തിൽ നിന്ന് പിറകോട്ട് പോയപ്പോൾ തിരിച്ച് ഷഹാദത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം അത് തുടങ്ങിയത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രവർത്തനമായി മാറിയത്. മുസ്ലിമീങ്ങൾ ഷഹാദത്ത് ബാത്തിലാക്കി കളഞ്ഞിരിക്കുകയാണ് സൂഫി തരീഖത്തുകളെ കൊണ്ടും ദർഗകളെ കൊണ്ടും. ആ ഷഹാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്, കലിമ. പക്ഷെ പിറകെ വന്നവർ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത് ഏറ്റെടുത്ത നേതൃത്വം സൂഫി, വടക്കേ ഇന്ത്യൻ സൂഫി, ദയൂബന്ദി സൂഫി തരീഖത്തുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവരെ അറിഞ്ഞോ അറിയാതെയോ എന്താണെന്നറിയില്ല, അള്ളാഹു ആലം. ആരുടെയും അറിവിനെ സ്കാൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്തോ ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാക്ക് പ്രസക്തി ഇല്ലാതെ വരികയും അള്ളാഹുവിനെ പറ്റി മാത്രം പറയാൻ തുടങ്ങുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലനെ പറ്റി പറയൽ നിർത്തി അള്ളാഹുവിനെ പറ്റി പറയൽ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും റബ്ബുനല്ലയായി. റബ്ബുനല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഏത് മതക്കാരോടും, നമ്മുടെ നാട്ടിലുള്ള ഏത് മതക്കാരോടും നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഏത് മതക്കാർക്ക്, അവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് പോലും നമ്മുടെ ദൈവം എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതേ സ്ഥലത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഈ പറയുന്നതൊന്നും ഇല്ല എന്ന് പറഞ്ഞു നോക്കിയാൽ അപ്പം പ്രശ്നമാണ്. അതാണ് ഈ ലാ പ്രശ്നത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അള്ളാഹു താല. പിന്നെ പ്രശ്നമില്ലാണ്ട് ഇസ്ലാമിക ദേവത്വം നടത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, അത് ബുദ്ധികേടാണത്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും കൂടി ഒരു സുപ്രയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളായി ബഹുസ്വരത പാലിച്ചുകൊണ്ട് ഇവരും നമ്മളെല്ലാം ഒരുപോലെ തന്നെ സെൽഫി പള്ളിയിൽ നിസ്കരിക്കാൻ വരാം, ഷിയാക്കളെ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, കാദിയാനികളെ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക എന്നൊരു അഴകുഴമ്പൻ നയം വന്നത് ലാ ഇലാഹ ഇല്ലല്ലയിലെ എല്ലാ സെലഫികൾ പോലും നിർത്തിവെച്ചപ്പോഴാണ്. അതോടുകൂടി നുബുവത്തിൻ്റെ നെഹ്ജ് അസ്തമിച്ചു.
നുബുവത്തിന്റെ നെഹ്ജ് നിലനിൽക്കണമെങ്കിൽ ലാ തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അർവാഹുകളെ കൊണ്ട് പറയിപ്പിച്ചത് അഷ്ഹദു അന്നല്ലാഹ റബ്ബുന, നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഭൂമിയിലെത്തിയാൽ ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അള്ളാഹു കൊടുത്ത ഉറപ്പാണ്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ഷഹിദിന. ഖാലു അർവാഹുകൾ മുഴുവനും ഒറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ബല നീയാണ് ഞങ്ങളെ റബ്ബ്, ഷഹിദിന ഞങ്ങൾ ഭൂമിയിലെത്തിയാൽ ആ വിഷയം ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ റൂഹാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു ഹിന്ദു സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ അല്ലാഹു തആല 4 മാസം ഊതുന്നത് ഈ റൂഹിനെയാണ്. ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഗർഭം ധരിച്ചിട്ട് അവരുടെ 4 മാസം ഊതുന്നത് ഈ റൂഹിനെയാണ്. ഒരു ജൂത സ്ത്രീ ആയാലും അവരുടെ ശരീരത്തിലുള്ള ആ കുഞ്ഞിന്റെ വനഫഖ ഫീഹി മിർ റൂഹി. ഇത് മുസ്ലിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളായ നമ്മുടെ പ്രത്യേകത തന്നെ ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണല്ലോ. നമ്മുടെ പ്രത്യേകത തന്നെ നമുക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. നമുക്ക് നിസ്കാരം അറിയാം, നോമ്പറിയാം, സക്കാത്ത് അറിയാം, നിസ്കാരത്തിൻ്റെ ഫർളറിയാം, നിസ്കാരത്തിൻ്റെ ഷർത്ത് അറിയാം, ജനാബത്ത് കുളി അറിയാം, ഹൈദ് കുളി അറിയാം, നിഫാസ് കുളി അറിയാം. ഇതൊക്കെ നന്നായിട്ട് നമുക്കറിയാം. ഇസ്ലാം എന്താണെന്ന് മാത്രം നമുക്കറിയില്ല. അവിടെയാണ് വിഷയം. ഉലമാക്കൾക്കും മനസ്സിലാകുന്നില്ല പറഞ്ഞാൽ. അത് ഏത് ഉലമാക്കൾ, ഷിയാക്കളെ ഉലമാക്കൾ മാത്രമല്ല, അഹ്ലു സുന്നയുടെ ഉലമാക്കൾക്ക് പോലും ആധുനിക കാലത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അങ്ങനെയും വേണോ എന്ന് ചോദിക്കുന്നത് ജഹാലത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ റൂഹുമായി അല്ലാഹു തആല ഫിത്രത്തിൽ തന്നെ ലയിപ്പിച്ചതാണ് അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടിസ്ഥാന വിശ്വാസം റബ്ബുനല്ലയാണ്. ഏത് മതക്കാരനായാലും എല്ലാ മതക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിരീശ്വരവാദികളടക്കമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം ഒരു നിരീശ്വരവാദി, ഒരു ഭൗതികവാദി, അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ റൂഹാണ്. മിസ്റ്റർ മാക്സിൻ്റെയും എംഗൽസിൻ്റെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നതും ഈ ആകാശത്തിൽ വെച്ച് അല്ലാഹു റബ്ബുനാക്ക് ഷഹാദത്ത് കൊടുത്ത റൂഹാണ്. അത് നിഷേധിക്കാൻ നോക്കുമോ നമുക്കായിരിക്കെങ്കിലും? ഭൗതികവാദികൾ നിഷേധിക്കുമായിരിക്കും, ഭൂമിനികൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരു പച്ചമായ പരമാർത്ഥമല്ലേ? ഉത്തുബത്തിൻ്റെയും ശൈബത്തിൻ്റെയും വലീദിൻ്റെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ആ റൂഹാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സകല മതക്കാരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ആ റൂഹാണ്. ഏത് റൂഹ്? അള്ളാഹുവാണ് ഞങ്ങളെ റബ്ബ്, അത് ഭൂമിയിൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിനെപ്പറ്റിയാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെങ്ങനെ പിന്നെ മാറിയത്, എങ്ങനെയാണ് ഇപ്പം ഈ കാണുന്ന അവസ്ഥ വന്നത് എങ്ങനെയാണ്? അതിനെപ്പറ്റി അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ, ഓരോ മനുഷ്യക്കുഞ്ഞും, യൂലദു അവൻ ജനിച്ചു വീഴുന്നത്, അലൽ ഫിത്ര ശുദ്ധമായ പ്രകൃതത്തിലാണ്. എന്താണ് ശുദ്ധമായ പ്രകൃതം? അല്ലാഹു റബ്ബുന, എൻ്റെ അല്ലാഹു എൻ്റെ റബ്ബാണ്. അതാണ് ശുദ്ധമായ പ്രകൃതം. അല്ലാഹു തആല പറഞ്ഞു അങ്ങനെ തന്നെ, ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ. ഫിത്രത്തല്ലാഹ്, അല്ലാഹുക്കൊരു പ്രകൃതമുണ്ട്. ഫത്തറന്നാസ, മനുഷ്യനെ അല്ലാഹ് പടച്ചത് അലൈഹ, ആ പ്രകൃതം അനുസരിച്ചാണ്. ഖുർആൻ മനുഷ്യനെ അല്ലാഹു തആല നിർമ്മിച്ചത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. ആ പ്രകൃതം മാറിയതിനെ പറ്റി അല്ലാഹു റസൂൽ വ്യാഖ്യാനിച്ചത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, സകല മനുഷ്യരും ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധമായ പ്രകൃതത്തിലാണ്. ഫഅബവാഹു, അവൻ്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാട്, അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൻ്റെ പൊതു അവസ്ഥ, യുഹവ്വിദാനിഹി, ജൂതമതത്തിലേക്ക് അവൻ എത്തിക്കുന്നത് അതാണ്. എന്താണ് ജൂതമതം? അള്ളാഹു മാത്രം പോരാ, അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ഇടയാളുകൾ വേണം. അപ്പം ജൂതന്മാരുടെ വലിയ ആരായിരുന്നു? ഉസൈർ ആയിരുന്നു. അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞത്, കാലത്തിൽ യഹൂദ് ഉസൈർ ബിനുള്ള. അന്ന് അവരെ കുത്തുബിയത്ത് യാ ഉസൈർ, യാ ഉസൈർ, യാ ഷെയ്ഖ്, യാ ഉസൈർ, അവരെ കുത്തുബിയത്ത് തന്നതായിരുന്നു. എത്രയോ നൂറ്റാണ്ട്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്. നസറാക്കളുടെയും ഫിത്രത്ത് നഷ്ടപ്പെട്ടത് ഇടയാൾ വന്നപ്പോഴാണ്. ആരാണ് ഇടയാൾ? ഈസാ മസീഹ്. വക്കാലത്തിൻ നസാറൽ മസീഹു ബിനുള്ള. അപ്പോൾ അവരെ കുത്തുബിയത്ത് യാ ഈസ യാ റൂഹുല്ല, യാ ഈസ യാ റൂഹുല്ല. ഇതാണ് അവരെ കുത്തുബിയത്ത് ആ കാലഘട്ടത്തിൽ. ക്രിസ്ത്യാനികളെ ഇപ്പോഴും അവരെ കുത്തുബിയത്ത് അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. തങ്ങൾക്ക് ശേഷം എന്താ അവസ്ഥയുണ്ടായത്?
ഫിത്രത്തിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിൻ്റെ റസൂല്. ഫിത്രത്ത് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. ഭൂരിപക്ഷവും വന്നില്ല, ന്യൂനപക്ഷം മാത്രം വന്നു. പക്ഷെ അള്ളാഹു താല അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ടത് പൂർത്തിയാക്കിച്ചു. പിറകെ വന്നവർ ആ ഫിത്രത്തിൽ നിന്ന് പിറകെ പോയി. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള ആൾക്കാർ അള്ളാഹുവിൻ്റെ അടയാളുകൾ എന്ന രീതിയിലേക്ക് വന്നു. അവരാണ് ഷിയാക്കൾ. അവർ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ. ഞാൻ ഇതെന്തിനാ ഇങ്ങനെ പറയുന്നറിയോ? ഈ ഖുത്ബിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളൊരു ഏർപ്പാടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മതക്കാർക്കും ഖുത്ബിയത്തും നേർച്ചയും മൗലൂദും ഉണ്ടായിരുന്നു. എല്ലാ മതക്കാർക്കും ഉണ്ടായിരുന്നു റാത്തീബും ഖുത്ബിയത്തും ഒക്കെ. ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹായ അഷ്റഫുൽ ഖൽഖ് വിവാഹം കഴിച്ചു. 25 വയസ്സിലാണ് അഷ്റഫുൽ ഖൽഖ് വിവാഹം കഴിക്കുന്നത്. ഖദീജ ബീബിക്ക് 29 വയസ്സാണെന്നും 40 വയസ്സാണെന്നും 2 അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. ഈ ഖദീജ ബീബിൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇത്രയും കാലം ഞങ്ങൾ അയൽവക്കത്ത് ഇവർ താമസിച്ചിട്ടും ഈ മുഹമ്മദിൻ്റെ ഒരു ശബ്ദം പോലും ഞങ്ങൾ പുറത്ത് കേട്ടിട്ടില്ല. എന്നുവെച്ചാൽ അത്ര സുന്ദരമായ കുടുംബജീവിതമായിരുന്നു അവരുടേത്. അഷ്റഫുൽ ഖദീജ ബീബിൻ്റെ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും ഒരു വർത്താനം അപ്പുറം ഇപ്പുറം പറയുന്നത് കേൾക്കൂലേ? ഞാൻ കേട്ടിട്ടില്ല, ഒറ്റത്തവണ ഒഴികെ. അദ്ദേഹം പറയാണ്, ഒരു തവണ മുഹമ്മദിൻ്റെ ശബ്ദം വല്ലാതെ ഞങ്ങൾ കേട്ടു, ഭയങ്കര ഗൗരവമുള്ള ശബ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയോട് പറയും, യാ ഖദീജ വല്ലാഹി ലാ അഅ്ബുദു ല്ലാത്ത വല്ലുസ്സ, വല്ലാഹി ലാ അഅ്ബുദു ല്ലാത്ത വല്ലുസ്സ, വല്ലാഹി ലാ അഅ്ബുദു ല്ലാത്ത വല്ലു. എന്താ സംഭവം എന്നറിയോ? ഖദീജ ബീബിൻ്റെ കുടുംബത്തിൽ ലാത്തൻ്റെ ഒരു മൗലൂദ് ഉണ്ടായിരുന്നു. ലാത്ത ആ കാലഘട്ടത്തിലെ വലിയ ഈ ലാത്തൻ്റെ ഒരു മൗലൂദ് ഉണ്ടായിരുന്നു ഖദീജ ബീബിൻ്റെ കുടുംബത്തിൽ. ഖദീജ ബീബി ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അഷ്റഫുൽ ഖൽഖിൻ്റെ ഉപ്പാപ്പ ഖുസൈയിൽ നിന്ന് വന്ന പാരമ്പര്യത്തിലാണ് ഖദീജ ഉള്ളത്. ഖദീജാൻ്റെ 4ാമത്തെ ഉപ്പാപ്പ ഖുസൈയാണ്. അഷ്റഫുൽ ഖൽഖിൻ്റെ 5ാമത്തെ ഉപ്പാപ്പ ഖുസൈ. അപ്പോൾ ആ കുടുംബം വലിയ പ്രേരപ്പെട്ട കുടുംബമാണ്, ബനുൽ അസദ് കുടുംബം. ഖദീജ ബീവി ആണെങ്കിൽ ഭയങ്കര പണക്കാരത്തിയാണ്. പണക്കാരത്തി സ്വന്തം ആയതല്ല, ചരിത്രം വേറെ വഴിക്ക് പോവാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ലാത്തൻ്റെ ഒരു മൗലൂദിനെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാനാണ് അറബിയിലെ ഭാഷ മനസ്സിലാകാനാണ് ഞാൻ നാടൻ ഭാഷയിൽ പറയുന്നത്. ഒരു മൗലൂദിനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പോവാം. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. കുടുംബത്തിന് മൗലൂദ് ഉണ്ടാകുമ്പോൾ സാധാരണ ഭാര്യ പറയില്ല ഭർത്താവിനോട്, പെരക്ക് പറ്റി ഒരാളെ ദ്വാരപ്പിക്കലുണ്ട്. നമ്മുടെ ശൈലി എങ്ങനെയാണല്ലോ, പെരക്ക് ദ്വാരപ്പിക്കലുണ്ട്, നമുക്ക് പോവാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിച്ചില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ഖദീജ എന്ന് പറഞ്ഞ മറുപടിയാണ്, ഖദീജ വല്ലാഹി അള്ളാനെ തന്നെയാണ് സത്യം, ലാത്തൻ്റെ മൗലൂദിന് ഞാൻ വരില്ല, ഉസ്സൻ്റെ മൗലൂദിന് ഞാൻ വരില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുമായിട്ട് ചേർത്തിട്ട് വിളിക്കുന്നവരാണ് ഇവർ. അതിനു വേണ്ടിയിട്ട് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലാത്തൻ്റെ പതാല് പറഞ്ഞാലൊന്നും സംഗതി നടക്കൂല. ഇങ്ങനെ ഷിയാക്കളുടെ രീതി അതാണല്ലോ, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഔലിയാക്കളെ പതാല് പറയുക. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹിൻ്റെ പതാല് പറ, അത് ആർക്കും അറിയില്ല. അള്ളാഹ് നമ്മളെ സ്വന്തമല്ലേ, അള്ളാഹു നമ്മളെ സ്വന്തമാണെന്നുള്ള ഇതാദ്യം നമ്മുടെ മനസ്സിലേക്ക്. അതുകൊണ്ടാണ് അള്ളാഹു താല അന്ന് പറഞ്ഞത്, ഒമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അള്ളാഹിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നത്. എന്ത് വിഷയം വരുമ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കള തൊട്ട് അങ്ങാടി വരെ, എന്ത് വിഷയം വരുമ്പോഴും നമ്മളെല്ലാമായ അള്ളാഹു അല്ലേ അത് അറിയേണ്ടത് ആദ്യമായിട്ട്. അത് അള്ളാന്ന് പറഞ്ഞാൽ മീസാൻ കല്ല്, കഫൻ തുണി, മുങ്കർ നക്കീർ, ദണ്ട്, അടി, ഇതൊക്കെ അള്ളാഹ്. ബാക്കിയുള്ള എല്ലാം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ശേഖന്മാർ. എന്തൊരു ഖിയാമെന്നാണ്, എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് അന്നത്തെ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. അത് ഇന്നത്തെ ഷിയാക്കൾക്ക് പൂർണ്ണമായും ബാധകമാണ്. അത് സലഫികൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഏത് സമയത്തും നമ്മുടെ തൗഹീദ് ഊരാൻ സാധ്യതയുണ്ട്.
ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സീൽ വെച്ച് അർപ്പിച്ചൊന്നുമല്ല. ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും തൗഹീദിൽ ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടവർ, ആദർശപരമായി ഭയപ്പെടേണ്ടവർ സലഫികളാണ്. മറ്റവർക്കൊന്നും പേടിക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് സലഫികൾക്കാണ് നഷ്ടപ്പെടാനുള്ളത്. ഏത് സമയത്തും തൗഹീദ് ഊരാം. അന്ന് അല്ലാഹു തആല ആ കാലഘട്ടത്തിലെ ജനങ്ങളെ വിളിച്ച് പറഞ്ഞ വിഷയം എത്ര ഗൗരവമുള്ളതാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലുൻ, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു ഉപമ പറഞ്ഞുതരാം, ഒരു അറിവ് പറഞ്ഞുതരാം. ഇന്നല്ലദീന തദ്ഉ ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു പറയാണ്, ഈ രീതിയിലൊരു വിഷയം അല്ലാഹു തആല മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ കുറച്ചാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ ഇന്ന് പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാഹു തആല തുടങ്ങുന്നത്. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു. എന്നിട്ട് അല്ലാഹു വിഷയത്തിലേക്ക് കടക്കുക. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹമുണ്ടല്ലോ, നിങ്ങൾ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, തവസ്സുൽ ചെയ്യുന്ന, ജാഹ് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്ന ഈ ഔലിയാക്കളും ഈ മഹാന്മാരും ഉണ്ടല്ലോ, ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും നിർമ്മിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവരോട് പോയിട്ട് കാര്യം പറയുന്നത്? ഇത്ര കൃത്യമാണ് കാര്യം. ലൻ യഖ്ലുഖു ദുബാബ, തീർച്ചയായും ഒരു ഈച്ചയെപ്പോലും നിങ്ങളുടെ ഈ ഔലിയാക്കളോ മഹാന്മാരോ സൃഷ്ടിച്ചിട്ടില്ല. എന്താ പറയാ, ആ തലതൊട്ട് വാലി വരെയുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഔലിയാക്കളും അമ്പിയാക്കളും മുർസലീങ്ങൾ എല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ശരി, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ, കോർപ്പറേഷനാണ് ഇജ്തിമാ എന്ന് പറയുക. ഈ ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളും എല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, എന്നാലും കഴിയില്ല ഒരു ഈച്ചയെ നിർമ്മിക്കാൻ. അല്ലാഹു അക്ബർ. ലൻ യഖ്ലുഖു ദുബാബ വലൗ ഇജ്തമഉ ലഹു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനപ്പുറം പറയുന്ന വിഷയം ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ്. വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅ, നിങ്ങൾ തങ്ങൾക്ക് നേർച്ചയാക്കിയിട്ട് ആ ജാറത്തിൽ കൊണ്ട് പോയി വെക്കുന്ന മുട്ട, അല്ലെങ്കിൽ അപ്പം, അല്ലെങ്കിൽ പായസം, അല്ലെങ്കിൽ പാല്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഓരോ രാജ്യത്ത് ഓരോ തങ്ങൾക്കും ഓരോ പൂതിയാണ്. ചങ്ങനാശ്ശേരിയിൽ തങ്ങളുണ്ട്, സിഗരറ്റ് വലിക്കുന്ന തങ്ങൾ, സിഗരറ്റ് തങ്ങളാണ്, സിഗരറ്റാണ് നേർച്ച വരിക. സിഗരറ്റ് നേർച്ച ഇത് ആഴ്ചക്ക് വെള്ളിയാഴ്ച ലേലം വിളിക്കലാണ് സിഗരറ്റ്. 10,000-കണക്കിന് ഉറുപ്പിൻ്റെ സിഗരറ്റ് ലേലം വിളിച്ചു നോക്കി. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം ഈ ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് നിയമം പാസ്സാക്കിയതിന് ശേഷം തങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് അല്ലാക്കേ അറിയുള്ളൂ. അങ്ങനെ തിരുവനന്തപുരത്തൊരു തങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നേരിട്ട് അനുഭവിച്ച കേസുകൾ, ആരും പറയുന്നത് കേട്ടല്ല. ചങ്ങനാശ്ശേരി ആരും തിരുവനന്തപുരത്തൊരു തങ്ങളുണ്ട്, പച്ചക്കറി തങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അവിടെ ഖത്തീബായിട്ടുണ്ടായിരുന്നു, മണക്കാട്. പച്ചക്കറി തങ്ങൾ, വെജിറ്റബിൾ തങ്ങൾ എന്ന് പറഞ്ഞ് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ നമ്മുടെ തങ്ങളെ കളിയാക്കി അതിൻ്റെ അടുത്ത് പിരിച്ചു വിട്ടു. ഇന്നൊന്നുമല്ല, കാലങ്ങൾക്ക് 90കളിൽ മുജാഹിദും സലഫിയൊക്കെ അതെന്ന് എപ്പോഴാണ്? ഇന്നലെ അല്ലേ? 10 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ? 2012 ശേഷമല്ലേ സലഫി സ്റ്റേജുകൾ വരാൻ തുടങ്ങിയത്. അന്നേ അറിയുമ്പോൾ തൗഹീദ് പറയും. വെജിറ്റബിൾ. പിന്നെ ഒരു തങ്ങളുണ്ട്, പിന്നെ കുറച്ചിങ്ങോട്ട് വന്നാൽ, തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നാൽ അവർക്ക് ഇഷ്ടം പഴമാണ്. അവിടെ ഭയങ്കര പഴക്കച്ചവടമാണ്. അവർക്കിഷ്ടം പഴമാണ്. നിങ്ങളുടെ നാട്ടിലെ തങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. തുണിയാന്ന് തോന്നുന്നു, തുണി കൂടുതൽ. ഞാനിവിടെ ഉള്ളാൾ തോന്നുന്ന സമയത്ത് ഓതിനെയാണ് 70-71. അപ്പം ലേലം വിളിക്കും എല്ലാ ആഴ്ചയും. തുണിയാ ലേലം വിളിക്കാതിരിക്കും. ഞാനും കൊടുക്കും ലേലത്തിൽ തുണി. ചെറിയ പൈസക്ക് കിട്ടും, നല്ല ഷർട്ടിൻ്റെ പീസൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഈ തങ്ങൾക്ക് കാഴ്ചവെക്കുന്ന പായസം, പാല്, മുട്ട, റൊട്ടി, പഴം, ഇത് ഒരു ഈച്ച വന്നിട്ട് തിന്നാൻ തുടങ്ങിയാൽ, ഇവരിൽ നിന്നൊരു ഈച്ച അത് സാധനം എടുക്കാൻ മെനക്കെട്ടാൽ, ലാ യസ്തൻകിദൂഹു മിൻഹു, ആ ഈച്ചയെ പിടിച്ചു വെക്കാൻ കൂടി തങ്ങൾക്ക് കഴിയില്ല. എന്താ അല്ലാഹു പറയണ്ടേ? ലാ യസ്തൻകിദൂഹു മിൻഹു, അതിൽ നിന്ന് ആ ഈച്ചയെ പിടിച്ചു നിർത്താൻ ഇവരെ കൊണ്ട് കഴിയില്ല. ലഉഫത് താലിബു, ആ തങ്ങളെടുത്ത് പോന്നോനും ബലഹീനൻ, വൽ മത്ലൂബ്, ആ തങ്ങളും ബലഹീനൻ. അല്ലാഹു പറയാം, ലഉഫത് താലിബു വൽ മത്ലൂബ്,
എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അത് ഓർമ്മ വന്നപ്പോഴാണ് അത്രയും പറയേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കിയില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് വളരെ അരിശത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ എന്തിനാണ് ക്ഷണിക്കുന്നത്? എന്നെ എനിക്കറിയില്ലേ, ഞാൻ വരൂല. അന്ന് നുബുവത്തൊന്നും കിട്ടിയിട്ടില്ല, റിസാലത്തും കിട്ടിയിട്ടില്ല, അന്ന് നബിയും റസൂലും ഒന്നും ആയിട്ടില്ല. പക്ഷെ അന്ന് ഇസ്ലാം നിലവിലുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, അഷ്റഫുൽ ഖൽഖിന് നുബുവത്തും റിസാലത്തും കിട്ടുന്നതിന് മുമ്പേ ഇസ്ലാം നിലവിലുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾ, മക്കയിലെ ഖുറൈശികൾ എന്ന് പറയുന്ന മുശ്രിക്കീങ്ങൾ, അവർ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അവർക്ക് ഇസ്ലാം എന്താണെന്നറിയാം, ഇബ്രാഹിം നബി എന്താണെന്നറിയാം. ഇബ്രാഹിം നബി പഠിപ്പിച്ചനുസരിച്ചാണ് അവർ നിസ്കരിക്കാറ്, ഇബ്രാഹിം നബി പഠിപ്പിച്ചനുസരിച്ച് നോമ്പോക്കാറ്, ഇബ്രാഹിം നബി പഠിപ്പിച്ചനുസരിച്ചാണ് അവർ ജനാബത്ത് കുളിയും ഹൈദ് കുളിയും കുളിക്കാറ്. ഹൈദുള്ള സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറാമിൽ പെണ്ണുങ്ങൾ വരൂല. ആ കാലഘട്ടത്തിൽ ജനാബത്തോടു കൂടി മസ്ജിദുൽ ഹറാമിലേക്ക് പോവില്ല. അവർ ശുദ്ധി വരുത്തിയതിന് ശേഷമേ പോവുള്ളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അത്രമാത്രം നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ എവിടെയാണ് കുഴപ്പം, എവിടെയാണ് തെറ്റിയത്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം. ഇടക്കാലത്ത് അള്ളാഹുവിനെ കിട്ടാൻ ഔലിയാക്കൾ വേണമെന്ന ചിന്താഗതി ഉണ്ടായി അവർക്ക്. സുബ്ഹാനി തങ്ങൾ ജനിക്കുന്നതിന്റെ ഒരു 500 കൊല്ലം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യത്തെ ജാറം കഅബത്തിന് മുമ്പിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് അവിടെയാണ് അല്ലാഹു തആല ഒരു റസൂലിനെ നിയോഗിക്കാൻ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ മുഹമ്മദ് റസൂൽ അവരിലേക്ക് വരുന്നത്. അന്ന് ഇസ്ലാമിനെ നന്നായിട്ട് അറിയാവുന്നവരാണ് ഇബ്രാഹിമി കുടുംബം. ഇപ്പുറത്ത് വേറൊരു കൂട്ടക്കാരുണ്ട്, ഇസ്ഹാക്കിന്റെ കുടുംബം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ പേരക്കുട്ടികൾ, അവരാണ് ബനു ഇസ്രായേൽ. അവർ പൂർണ്ണമായും മതക്കാരായിട്ട് പോയി. ഹൂദന്നോ നസാറ, ജൂതന്മാരോ നസാറക്കളോ മജൂസികളോ ആയിട്ട് പോയി. അവര് മക്കത്തെ മുശ്രിക്കുകൾ എവിടത്തേക്കും പോയിട്ടില്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഉലമാക്കളോടാണ് ഞാൻ പറയുന്നത്, സമൂഹത്തിലെ ജമാഅത്ത് കമ്മിറ്റിക്കാരോട്, മുദരിസുകാരോട്, ആലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തലയിൽ കയറിക്കൊള്ളണമെന്നില്ല. വേറൊരു മതം മക്കത്തേക്ക് കടന്നു വന്നിട്ടില്ല. ജൂതമതം മക്കത്തേക്ക് കടന്നിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ജൂതന്മാരെ ആദ്യമായിട്ട് റസൂല കാണുന്നത് മദീനത്തെത്തിയപ്പോഴല്ലേ? ബനു ഖൈനുഖാ, ബനു നദീർ, ബനു ഖുസൈമ ഗോത്രക്കാര്, അവർ യസ്രിബിലുണ്ടായിരുന്നു. അവർ മക്കത്തുണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികൾ മക്കത്തുണ്ടായിരുന്നോ? ഖുറൈശികൾ അങ്ങനെ ആരെങ്കിലും പുറത്തുള്ളവരെ അടുപ്പിക്കുമായിരുന്നോ? കാരണം ഖുറൈശികളുടെ ബന്ധത്തിലല്ലേ കഅബാലയം ഉള്ളത്. അവരാണല്ലോ കഅബാലയത്തിന്റെ സംരക്ഷകർ. ഇസ്മായിലിന്റെ കുടുംബം, അവർക്കാണല്ലോ ഖുറൈശികൾ എന്ന് പറയുന്നത്. ബനുൽ അറബ്, ബനു ഇസ്മായിൽ, വേറെ ആരും അടുപ്പിച്ചിട്ടില്ല അവർ. അപ്പോൾ ഇബ്രാഹിം, അതുകൊണ്ടാണല്ലോ കൂട്ടരെ ഇബ്രാഹിം അലൈഹി സ്വലാത്ത് ഇസ്മായിൽ നബിക്ക് ശേഷം മുഹമ്മദ് നബിന്റെ ഇടയിൽ 4500 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു നബിയോ റസൂലോ വന്നിട്ടില്ല മക്കത്ത്. 4500 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു നബിയോ റസൂലോ മക്കത്ത് വന്നിട്ടില്ല. മുഹമ്മദ് റസൂലാണ് റസൂലായിട്ട് വരുന്നത്, നബിയായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ചരിത്രത്തിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക്. ഇസ്മായിൽ നബിന്റെയും മുഹമ്മദ് നബിന്റെ ഇടയിൽ 4500 കൊല്ലത്തിന്റെ ഗ്യാപ്പുണ്ട്. ഈ 4500 കൊല്ലത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നബിയോ റസൂലോ മക്കത്തും വന്നതായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞതാ, നമുക്കതിനെ പറ്റി പഠിക്കാം. അതേസമയത്ത് അപ്പുറത്ത് അങ്ങനെയല്ല. ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രമാക്കിക്കൊണ്ട് ജൂതനസാറ മജൂസി സമൂഹത്തിനിടയിലേക്ക് 10,000-കണക്കിന് നബിമാരാണ് വരുന്നത്. ഇസാഖ് നബിന്റെയും ഈസ നബിന്റെയും ഇടയിൽ 10,000-കണക്കിന് നബിമാരെ അയച്ചിട്ടുണ്ട് അല്ലാഹു തആല. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പിന്നെ ഇസ്രായേലി സമൂഹത്തോട് പറഞ്ഞത്, യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. നിങ്ങൾ എന്താണ് എൻ്റെ നിഅമത്തിനെ പറ്റി ആലോചിക്കാത്തത്? നിങ്ങളെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിട്ടില്ലേ, ശ്രേഷ്ഠമാക്കിയിട്ടില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ വലിയ വലിയ രാജാക്കന്മാരെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ? നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രവാചകന്മാരെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ? മുഴുവൻത്തിനെയും കളവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ മതത്തിൽ പിടിച്ചു നിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് അവരെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. അതേസരി ഇപ്പുറത്ത് അങ്ങനെയല്ല കഥ. ഇപ്പുറത്ത് അങ്ങനെ സംഭവം പറയേണ്ടി വന്നിട്ടേ ഇല്ല. ഇപ്പുറത്ത് പറഞ്ഞവരോടൊക്കെ കുഫറിനെ പറ്റിയല്ല അല്ലാഹു തആല സംസാരിച്ചത്, മുഴുവനും ശിർക്കിനെ സംബന്ധിച്ചാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, കാഫിരീങ്ങൾ കിതാബിന്റെ അഹ്ലുകാരാണ്, ജൂതനസാറാക്കളും മജൂസികളും. വൽ മുശ്രിക്കീൻ, മക്കത്തെ ആൾക്കാർ മുശ്രിക്കീങ്ങളാണ്. ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. അഹ്ലു കിതാബും മുശ്രിക്കീങ്ങളും കാലാകാലം നരകത്തിലാണ്. അല്ലാഹ് പറഞ്ഞല്ലേ കൂട്ടരെ.
ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ഗൗരവത്തോടെ സംസാരിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹാ അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞു യാ മുഹമ്മദ് ഖല്ലി ലാത്ത വൽ ഉസ്സ ഖല്ലി അല്ലാത്ത് ഖല്ലി അൽ ഉസ്സ. മുഹമ്മദ് ബേജാറാവണ്ട, നീ വരണ്ട, മൗലൂദിന് നീ വരണ്ട, നീ ലാത്തിനെയും ഉസ്സനെയും വിട്ടേക്ക്, നീ പ്രശ്നം ഉണ്ടാക്കില്ല. ഭർത്താവിനെ പറഞ്ഞു ഒതുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാകുന്നതിന് മുമ്പുള്ള സ്ഥിതിവിശേഷമാണ് പറഞ്ഞതെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നാം പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാകാത്തത്. ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് നാം ഈ കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന റൂഹ് അത് ഫിത്രത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിക്കാനാണ് മനുഷ്യ ശരീരത്തിന് പ്രേരണ. മാതാപിതാക്കള്, കുടുംബക്കാര്, ചുറ്റുപാടുകളാണ് അവരെ ശിർക്കിലേക്ക് നയിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവരെ ചുറ്റുപാടുകളാണ് അവരെ ആ ഭാഗത്തേക്ക് നയിക്കുന്നത്. അതെ, ചുറ്റുപാടുകൾ തന്നെയാണ്. ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് സ്ഥിതി. നമുക്ക് സംസാരിക്കാനുള്ളത് ആരോടാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളോടാണ്. എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല സംസാരിച്ചത് പാരമ്പര്യ മുസ്ലിമീങ്ങളോടാണ്. മറ്റു മതക്കാരെ സംബന്ധിച്ച് ആ കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനം ഓരോ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ ആദ്യം എടുക്കിൻ ബഹുമാനപ്പെട്ട നൂഹ് നബി സംസാരിക്കുന്നത് ആദമി ശരീഅത്തനുസരിച്ച് ജീവിച്ച മുസ്ലിമീങ്ങളോടാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം, നൂഹ് നബിക്ക് ശേഷം വരുന്നത് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ പാരമ്പര്യത്തിൽ വരുന്നത്. ഹൂദ് നബി ആ കാലഘട്ടത്തിലെ ജനത്തോട് സംസാരിച്ചതും ഇസ്ലാമിനെ സംബന്ധിച്ചാണ്, മുസ്ലിമീങ്ങളോടാണ്. അതിനുശേഷം പിന്നെ വരുന്നത് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദ്യം ഇവർ അകപ്പെട്ടിരിക്കുന്ന ശിർക്ക് ഉണർത്തിയിട്ടാണ് അവരുടെ പാപത്തെ പറ്റി അല്ലാഹു തആല ഉണർത്തുന്നത്, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ വരുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു തആല പറയാൻ പറഞ്ഞത് എന്താണ്? ലൂത്ത് നബിന്റെ കാലഘട്ടത്തിൽ ജീർണതയുണ്ട്, ലൈംഗിക ജീർണത. അത് രണ്ടാമത്തെ വിഷയമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിൽ. ഒന്നാമത്തെ വിഷയം അല്ലാഹു അല്ലാതെ മറ്റൊരാളെ നിങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആ പാരമ്പര്യത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ പിന്നെ വരുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിൽ. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അളത്തത്തിലും തൂക്കത്തിലും കുറക്കാന്നുള്ളത് ഒരു ജീർണതയാണ്. ആ ജീർണത രണ്ടാമത്തെ വിഷയമായിട്ട് അല്ലാഹു തആല പറയുന്നത്. ഷുഐബ് നബി ആ സമൂഹത്തോട് ജീർണത പറയുന്നത് രണ്ടാമത്തെ വിഷയമായിട്ടാണ്. ഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളത്തവും തൂക്കവും പൂർത്തിയാക്കണമെന്ന്. ആദ്യം പറഞ്ഞത് എന്താണ്? അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ നിങ്ങൾ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പാടില്ല. ആ പാരമ്പര്യത്തിലാണ് ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി വരെ വരുന്നത്. എല്ലാ കാലഘട്ടത്തിലെയും സമൂഹം നബിമാര് സംസാരിക്കുന്നത്, പ്രവാചകന്മാര് സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളോടാ. ഇത് അംഗീകരിച്ചു തരാൻ ഷിയാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് അന്നത്തെ ജനം, അന്നത്തെ അഭിസംബോധന എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ പാരമ്പര്യ മുസ്ലിമീങ്ങളോടാണ് സലഫികൾ സംസാരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സാധാരണക്കാർക്ക് മനസ്സിലാവും. സലഫികൾ സംസാരിക്കുന്നത് പ്രവാചകന്മാരുടെ ദൗത്യമാണ്. മുഅ്മിനീങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. സുന്നത്തി ജമാഅത്ത് വേറെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വേറെ കേട്ടോ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ സലഫികൾ, സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ ഷിയാക്കൾ, കേരളത്തിന്റെ ഭാഷ. അതുകൊണ്ട് അവർ സുന്നത്തി ജമാഅത്ത് എന്ന് എപ്പം പറയുക കേട്ടിട്ടുണ്ടാവും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയില്ല അധികവും. ഈ പ്രസ്ഥാനത്തിനിട്ട പേര് തന്നെ, സമസ്ത ജനിക്കുന്നതിന് മുമ്പേ ഈ പ്രസ്ഥാനത്തിനിട്ട പേരെന്താണ്? 1924 ഈ പ്രസ്ഥാനത്തിനിട്ട പേര് എന്താണ്? ജമിയത്തുൽ ഉലമാ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബി കേരള. അതാണ് കേരള ജമിയത്തുൽ ഉലമാ എന്നുള്ള പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നത്. അത് 1924 ഉണ്ടാകുന്നത്. സമസ്ത ഉണ്ടാകുന്നത് 1926. അതായത് ഈ സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് പിളർന്നിട്ട് ഖുത്ബിയത്തും റാത്തീബും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ബാക്കിയാണ് സമസ്ത. ഈ ചരിത്രം ഈ പുതിയ തലമുറയ്ക്ക് ചരിത്രം ഇല്ല. കാരണം ഇവരും ഈ ഷിയാക്കളും പറഞ്ഞ് അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലം മുതലേ ഉള്ളതാണ് സമസ്ത എന്നാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സാധാരണക്കാർക്ക്. അന്ന് അവരിട്ട പേരതാണ്. ഇവര് സുന്നത്തി ജമാഅത്ത് ആക്കി പിന്നീട് കൊണ്ടുവന്നത് ആ പേര് കടം വാങ്ങിയതാണ്. അന്ന് 1924 ജമിയത്തുൽ ഉലമായി അഹ്ലി സുന്നത്തി വൽ ജമാഅ ബി കേരള
കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതിന് പേര് വന്നത് അങ്ങനെയാണ്. എന്താ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് രജിസ്ട്രേഷനിലുണ്ട്, രജിസ്റ്റർ ചെയ്ത ലെറ്ററിൽ അതുണ്ട്, സർട്ടിഫിക്കറ്റില്, രേഖയിൽ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എല്ലാ കാലഘട്ടത്തിലും സംസാരിക്കുന്ന ആരോടാണ്? ഇവിടുത്തെ മതക്കാരോടല്ല, ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ അല്ല. അത് പാർശ്വം മാത്രമാണ്. നമുക്ക് അടിസ്ഥാനം നെല്ലിന്റെ ചെടിയാണ്, കിളകളല്ല. എന്താ പറയാ, നെല്ലിന് എന്താ പറയാ, അങ്ങനത്തെ പറയാ. പിന്നെ അതിൻ്റെ ഇടയിൽ വളരുന്നതിന് കിളകൾ എന്ന് പറയും നമ്മൾ. പുല്ല്, നെല്ല് വളരുന്ന പോലെ തന്നെ പുല്ലും വളരൂലേ, എന്താ പറയുക? വയൽ. അതിന് നിങ്ങളുടെ നാട്ടിൽ വയൽ വേണ്ടേ? ഇല്ലല്ല, വയൽ വേണ്ട ഇവിടെ. അപ്പൊ കിളകൾ വളരും. ഈ നെല്ലിനിടുന്ന വളമാണ് കിളകളും തിന്നുക. എന്നുവെച്ചാൽ കിളകൾക്കായിട്ട് ആരും വളമിടലില്ല. നമ്മുടെ ദഅവത്ത് ആരോടാണ്? നെല്ലിനോടാണ്. നെല്ല് ആരാണ്? ഷഹാദത്ത് ബാത്തിലാക്കി കിടക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. മറ്റുള്ള മതക്കാർ കിളകൾ മാത്രമാണ്. നമ്മളതിന് വലിയ കാര്യമൊന്നും കൊടുക്കേണ്ടിയില്ല. നമ്മളീ പറയുന്ന മെസ്സേജ് അവർക്ക് എത്തിയാൽ മാത്രം മതി. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഇവർ നഷ്ടപ്പെടാൻ പാടില്ല, ഈ ശിയാക്കൾ നഷ്ടപ്പെടാൻ പാടില്ല. അവർ വലിയ അപകടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. അതായത് പണ്ട് മുശ്രിക്കീങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെന്ന് ചാടി അതേ ചാനലിൽ. അവരാരാണോ അവരാണിവർ, അവരാരാണോ അവരാണിവർ. അന്ന് അബൂ താലിബ്, ഇന്ന് അബൂ താലിബിന്റെ സ്ഥാനത്ത് ഒരാള്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് അബൂലഹബിന്റെ സ്ഥാനത്ത് ഇന്ന് വേറൊരാള്, അയാൾ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഉമറുൽ ഖത്താബ്, ആ സ്ഥാനത്ത് ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഇന്ന് അബ്ദുൽ ലത്തീഫ് സഖാഫി കുറ്റ്യാടി. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയുമോ? അബൂലഹബ്, ഉത്തുബത്ത്, ഷൈബത്തുമാർക്ക് ഒരു കാരണവശാലും ഹിദായത്ത് കിട്ടൂല. അവരെല്ലാം ചത്തുനാറി ദുനിയാവെന്ന്. അതേ അവസരത്തിൽ ഖത്താബിന്റെ മകൻ ഉമർ ഔലിയാക്കളോട് അതിരറ്റ മഹബത്തുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അഷ്റഫുൽ ഖൽക്കിനെ എതിർത്തത്. ഖത്താബിന്റെ മകൻ ഉമറിന് ഭയങ്കര വിരുസമാണ് ഔലിയാക്കളോട്. അദ്ദേഹം ഇടയാളുകളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത്, പാരമ്പര്യ കാലത്ത്. ആ ഔലിയാക്കൾ വേണ്ട എന്ന് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞപ്പോൾ അതിന്റെ പേരിലാണ് അബുൽ ഖത്താബിന് അഷ്റഫുൽ ഖൽക്കിനോട് ദേഷ്യം വന്നത്. നല്ല റസൂലുള്ളാഹികളോട് വേറെ ഒരു തരത്തിലുള്ള വെറുപ്പ് അദ്ദേഹത്തിനില്ല, ആദർശപരമായ വെറുപ്പ് മാത്രം. അതിന്റെ പേരിലാണ് അഷ്റഫുൽ ഖൽക്കിനെ ഖത്താബിന്റെ മകൻ ഉമർ കൊല്ലാൻ വരെ തയ്യാറായത്, ആദർശത്തിന്റെ പേരിൽ. എന്താണ് ആദർശം? ഔലിയാക്കൾ ഉണ്ടായേ പറ്റൂ എന്ന് ഖത്താബിന്റെ മകൻ ഉമർ. എന്നാലേ അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടും. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ്. ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവർ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവർ എന്ന് 100% വിശ്വസിക്കുന്ന ധീരനായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. പക്ഷെ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ, മുഹമ്മദ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, എപ്പോഴാണ് ബോധ്യപ്പെട്ടത്? ഖത്താബിന്റെ മകൻ ഉമർ വളരെ വാശിയോടെ, ബനു അദീ ഗോത്രക്കാരനാണ്. ഇവർ ഖുറൈശികളുമായിട്ട് അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല. വളരെ വാശിയോടുകൂടി തന്നെ അഷ്റഫുൽ ഖൽക്കിന്റെ വാദത്തെ എതിർക്കുകയായിരുന്നു. ഔലിയാക്കളില്ലാതെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇടയാളുകളില്ലാതെ. അതേ അവസരത്തിൽ ഖത്താബിന്റെ മകൻ ഉമർ കഅബാലയത്തിൽ നിസ്കരിക്കുന്ന ആളാണ്. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിൽ കൃത്യമായി ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. അന്ന് ഒരു ദിവസം ഖത്താബിന്റെ മകൻ ഉമർ, അതേ സന്ദർഭത്തിൽ ഖത്താബിന്റെ ഉമറിന്റെ ദൂഷ്യങ്ങളുണ്ട്, ആ കാലഘട്ടത്തിലെ ജീർണതകൾ. അതിൽ ഏറ്റവും വലിയ ജീർണത മദ്യപാനമാണ്. ഖത്താബിന്റെ മകൻ ഉമർ മുഴുകുടിയനായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിൽ. അള്ളാഹിനെ ഔലിയാക്കന്മാരെയൊക്കെ സ്നേഹിക്കുമെങ്കിലും മുഴുകുടിയനായിരുന്നു. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് അന്നത്തെ ഏറ്റവും വലിയ ലോട്ടറിക്കാരനായിരുന്നു, ചൂതാട്ടക്കാരനായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ചൂതാട്ടത്തിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഖത്താബിന്റെ മകൻ ഉമർ. ജീർണതകളുണ്ട്. ഒപ്പം ഇബ്രാഹിമി പാരമ്പര്യത്തിൽ മില്ലത്ത് ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? നമ്മൾ പിന്നെ സുബ്ഹിന് ശേഷമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ പറയില്ല, അല്ലാഹു ബിക അസ്ബഹിന വബിക അംസൈന വബിക നഹിയ
അല്ലാഹുമ്മ ബിക അസ്ബഹിന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്. അതേപോലെ തന്നെ അല്ലാഹു അസ്ബഹിന എന്താണ് അസ്ബഹിന അലാ ഫിത്രത്തിൽ ഇസ്ലാം വല കലിമത്തിൽ ഇഖ്സാ വല ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ വല മില്ലത്തി ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നമ്മുടെ ദുആ മില്ലത്ത് ഇബ്രാഹിം വിട്ടിട്ടില്ല അവര്. അന്നത്തെ സമൂഹത്തിന് മില്ലത്ത് ഇബ്രാഹിം എന്താണെന്ന് അറിയാം. അവർ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലത്തെ ഇവിടുത്തെ ഷിയാക്കൾ പറയും പോലെ, ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെ ക്രിസ്ത്യാനികളെ പോലെ പ്രത്യേക മതക്കാരല്ല ഖുറൈശികൾ. അവർ ഇബ്രാഹിമി മില്ലത്തനുസരിച്ചുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അതനുസരിച്ച് അമൽ ചെയ്യുന്നവരാണ് അവർ. ഖത്താബിന്റെ മകൻ ഉമർ ആ കാര്യത്തിൽ വളരെ നിഷ്ഠ പുലർത്തുന്ന ആളാണ്. ഒരു ദിവസം വൈകുന്നേര സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം മദ്യപിക്കാനായി ക്ലബിലേക്ക് പോകാൻ ഒരുങ്ങി. ക്ലബിലെത്തിയപ്പോൾ കൂട്ടുകാരും വന്നില്ല, എല്ലാവരും പുറക്കേക്ക് പോയി. മദ്യഷാപ്പിൽ പോയി മദ്യം വാങ്ങാൻ, മദ്യം സുലഭമാണെന്ന് അറിയാലോ, മദ്യത്തിന്റെ ആയത്തിറങ്ങിയപ്പോൾ എടുത്ത് ഒഴുക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാലോ. കട അടച്ചിരിക്കുന്നു. അപ്പൊക്കെ ഏതാണ്ട് മഗ്രിബിന്റെ സമയമായി. ഖത്താബിന്റെ മകൻ ഉമർ ഇനി ഏതായാലും ഒരു തവാഫ് ചെയ്തിട്ട് തിരിച്ചു പോകാം എന്ന രീതിയിൽ കഅബാലയത്തിലേക്ക് ഇറങ്ങി തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. തവാഫ് ഇബ്രാഹിമി തവാഫ് 7 തവാഫാണ്, 7 ചുറ്റിലാണ് അവർക്ക് തവാഫ്. ഇന്നും 7 ചുറ്റിൽ തന്നെയാണ് തവാഫ്. അന്നും മജ്‌ലിസുൽ തന്നെയാണ് തുടക്കം, ഇന്നും മജ്‌ലിസുൽ തന്നെയാണ് തുടക്കം. എന്താണ് വ്യത്യാസം? ഖുറൈശികൾ, ഈ പാരമ്പര്യ മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക്, ഈ ഷിയാക്കൾക്ക്, പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഇറക്കിയ ആയത്ത് തന്നെയാണ് ഇന്നത്തെ മുശ്രിക്കുകളോട്. ഇവർ മുശ്രിക്കീങ്ങളാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അന്നത്തെ മുശ്രിക്കും ഇന്നത്തെ മുശ്രിക്കും ഇവർ തന്നെയാണ്. അത് പറയുമ്പോൾ എന്തിനാണ് പ്രയാസം? ഭൂരിപക്ഷം അവരായതുകൊണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തും അവരായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഖാദിയാനികളെ പറഞ്ഞാൽ എന്തിനാ വിഷയം? ഖാദിയാനികളെ പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ദേഷ്യം പിടിക്കാത്ത? എന്തുകൊണ്ടാ? ഇവിടെ ഷിയാക്കളെ പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നത്. ഖാദിയാനികളെ കാര്യം എന്താ? ഇവിടുത്തെ ഈ ഷിയാക്കൾ അപകടകാരികളാണോ ഖാദിയാനികൾ? എന്താണ് ഖാദിയാനികൾക്ക് കുഴപ്പം? എന്താ നമ്മളെ ഖാദിയാനി പള്ളി പരിഷ്കരിക്കാത്തത്? ഈ ദർഗയുള്ള പള്ളി പരിഷ്കരിക്കുന്നവരാരും ഖാദിയാനി പള്ളി പരിഷ്കരിക്കുന്നില്ലല്ലോ. സെൽഫികൾ ചോദിക്കുന്നു, മുജാഹിദീങ്ങൾ ചോദിക്കുന്നു, നമുക്ക് കടപ്പം എന്താ കുഴപ്പം? നമ്മൾ അങ്ങനെ കടുപ്പം കാണിക്കണോ? അങ്ങനെയാണെങ്കിൽ ഖാദിയാനികളോടും കടുപ്പം കാണിക്കേണ്ടിയില്ലല്ലോ, അവിടെയും പോവാലോ. അത് നമ്മുടെ നാട്ടിലില്ലല്ലോ, ഉണ്ടെങ്കിൽ പോവുമായിരിക്കും അല്ലേ? കൂട്ടരെ ഇവിടുത്തെ ഷിയാക്കൾ മഹാഭൂരിപക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവരാണ്. ഖാദിയാനികൾ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ബാത്തിലാക്കിയവരാണ്. അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കുഴപ്പം വന്നിട്ടില്ല. ഖാദിയാനികൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്കാണ് കുഴപ്പം വരുത്തിയത് രണ്ടാമത്തെ ഷഹാദത്തിന്. ഒന്നാമത്തെ ഷഹാദ പ്യൂറാണ്. ഈ രണ്ടാമത്തെ ഷഹാദ കുഴപ്പാക്കിയവർ ഇത്ര കടുപ്പപ്പെട്ട കാഫിര്യങ്ങൾ എന്ന് പറയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ ഈ ദർഗന്റെ ആൾക്കാരെ കാഫർ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ അംഗീകരിച്ചു തരാൻ ഇത്ര വിഷമം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തവരല്ലേ ഇവിടുത്തെ ഷിയാക്കള്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാൻ 5 കാര്യങ്ങൾ പൂർണ്ണമായിരിക്കണ്ടേ? 1 അൽ-ഇൽമു ബിദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം. അല്ലാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം. അല്ലാഹുവിന്റെ സ്വത്വത്തെ അംഗീകരിക്കണം. അല്ലാഹു ദാത്തുള്ളവനാണ്. എങ്ങനത്തെ ദാത്ത് നമുക്കറിയില്ല. അല്ലാഹു കേൾവിയുള്ളവനാണ്. എങ്ങനത്തെ കേൾവി നമുക്കറിയില്ല. അല്ലാഹു കാണുന്നവനാണ്. എങ്ങനത്തെ അല്ലാഹു നമുക്കറിയില്ല. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അപ്പൊ അല്ലാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം. ഇതൊക്കെ അല്ലാഹുവിന്റെ ദാത്തിന്റെ ഗുണങ്ങളാണ്. കേൾവി, കാഴ്ച, കൈ, മുഖം, ഇതൊക്കെ അല്ലാഹുവിന്റെ ദാത്തിന്റെ വിശേഷണങ്ങളാണ്. അതെങ്ങനെ? അത് നമുക്കറിയില്ല. രണ്ടാമതായിട്ട് നാം അംഗീകരിക്കേണ്ട വിഷയം എന്താണ്? അൽ ഇൽമു ബി റുബൂബിയത്തിഹി തആല, അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കണം. ഷഹാദത്ത് സഹിയാകണമെങ്കിൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകണമെങ്കിൽ വൽ ഇൽമു ബി ഉലൂഹിയത്തിഹി തആല, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കണം. വൽ ഇൽമു ബി അസ്മാഇഹി തആല, അല്ലാഹുവിന്റെ അസ്മാകൾ അംഗീകരിക്കണം. വൽ ഇൽമു ബി സിഫാത്തിഹി തആല, അല്ലാഹുവിന്റെ സിഫാത്തുകൾ അംഗീകരിക്കണം. ഈ 5 കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഷഹാദത്ത് സഹിയാക്കാൻ പറ്റുള്ളൂ.
ഈ 5 വിഷയത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് പകരക്കാരോ കൂട്ടുകാരോ നിദ്ദൻ പകരക്കാരില്ല, ശരീക്കൻ പാർട്ണറും ഇല്ല, ഔ ദഹീറൻ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായിയില്ല, ഔ ഷഫീയൻ അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയാൻ വേണ്ടി ഒരാളില്ല, ഔ വസീലൻ അല്ലെങ്കിൽ ഇടയാളില്ല. ഈ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളെ അംഗീകരിക്കുകയും രണ്ടാമത് പറഞ്ഞ 5 കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിലേ ഷഹാദത്ത് സഹിയാവുള്ളൂ. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഷഹീദ്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലും അതേപോലുള്ള സിനിമാ നടന്മാരും നടിമാരും ഒക്കെ മുസ്ലിമാവേണ്ടേ? അവരൊക്കെ എത്രയോ പ്രാവശ്യം സിനിമ അഭിനയിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായി അള്ളാഹ്ക്ക് പകരക്കാറില്ല എന്ന് അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹുവിന് പകരക്കാരുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ പകരക്കാരാ, CM മടവൂർ എന്ന് പറഞ്ഞ ആൾ അള്ളാഹിന്റെ പകരക്കാരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അവരെ ഷഹാദത്ത് ബാത്തിലല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഷഹാദത്ത് ബാത്തിലാകുക? രണ്ടാമത്തത് ശരീക്ക്, അള്ളാഹുവിന് കൂറുകാരില്ലാന്ന് അംഗീകരിക്കണം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ തരണമെങ്കിൽ മുദിശേഖങ്ങളെ ബർക്കത്ത് വേണമെന്ന് വിശ്വസിക്കൽ ഷഹാദത്തിനെ ബാത്തിലാക്കിയില്ലേ? അപ്പൊ തന്നെ യാ ഗൗസി യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കലോടെ അപ്പൊ തന്നെ ഷഹാദത്ത് ബാത്തിലായില്ലേ? ഷഹാദത്ത് സഹിയാകാനുള്ള രണ്ടാമത്തെ വ്യവസ്ഥ ബാത്തിലായില്ലേ? മൂന്നാമതായിട്ട് അള്ളാഹ്ക്ക് സഹായി ഇല്ല എന്ന് അംഗീകരിക്കണം. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇന്ന തങ്ങന്മാരാണ് എന്ന് വിശ്വസിക്കൽ മൂന്നാമത്തെ വ്യവസ്ഥ ബാത്തിലായില്ലേ? അപ്പം തന്നെ ഷഹാദത്ത് ബാത്തിലായില്ലേ? നാലാമത് ഷഫീ, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ ഒരാള്. ഇന്ന തങ്ങൾ ശുപാർശ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ഇന്ന ഷെയ്ഖ് ശുപാർശ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അതോടുകൂടി ഷഹാദ ബാത്തിലായില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ബാത്തില. കൂട്ടരെ നിസ്കാരം ഇസ്ലാമിന്റെ രണ്ടാമത്തെ കാര്യം ബാത്തിലാവുമെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം ബാത്തിലാവണ്ടേ? ഇസ്ലാം 5 കാര്യങ്ങളല്ലേ? അതിൽ ഒന്നാമത്തെ അല്ലേ ഷഹാദ, രണ്ടാമത്തെ നിസ്കാരം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അറിയാലോ എല്ലാവർക്കും. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേക്കുന്ന കാറ്റ് പോയാൽ അവന്റെ ഉളു മുറിഞ്ഞ നിസ്കാരം ബാത്തിലാവും. നമ്മൾ വേറെ ഉളു ഉണ്ടാക്കി വന്നിട്ട് നിസ്കരിക്കും അല്ലേ? എങ്കിൽ ഷഹാദത്ത് ബാത്തിലാകുന്ന കാര്യം എന്താണ്? ഷഹാദത്ത് ബാത്തിലാവണ്ടേ ഇസ്ലാം കാര്യമാണെങ്കിൽ? അല്ലെങ്കിൽ ഈമാൻ കാര്യം എന്ന് പറയാം. ഇസ്ലാം കാര്യം ആകെ 4 ഉള്ളൂ. അത് ഷഹാദത്ത് ഒഴിവാക്കി അതിന് ഈമാൻ കാര്യത്തിൽപ്പെടുത്തുക. എന്നിട്ട് നിസ്കാരം മുതൽ അങ്ങോട്ട് 4 കാര്യം. ഇസ്ലാം കാര്യം 4ആണ്. അവകളറിയൽ ഫർദാണ്. ഒന്നാമത്തെ നിസ്കാരമാണ്. പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഇത് ഇസ്ലാം കാര്യം 5ആണെന്ന് പറയുക, അതിൽ 1 ഷഹാദത്താന്നും പറയുക, എന്നിട്ട് അവിടെ ഒളിപ്പിച്ചു വെക്കുക. എന്നിട്ട് നിസ്കാരം മുതൽ അങ്ങോട്ട് കാര്യമായ ചർച്ച നടത്തുക. അവിടെയാണ് അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. നിസ്കാരം ബാത്തിലാവുന്ന കാര്യം ഉറപ്പാണ്. നോമ്പ് ബാത്തിലാവൂലേ? ഒരാൾ നോമ്പ് നോറ്റു, വൈകുന്നേരം 5:30 മണിയാകുമ്പോഴേ അയാൾ വെള്ളം കുടിച്ചു, അയാൾ നോമ്പ് മുറിഞ്ഞില്ലേ? അയാൾ നോമ്പ് 1 മാസം കഴിഞ്ഞിട്ട് 5 മണി മുതൽ അങ്ങോട്ട് 1 മണിക്കൂർ നോമ്പ് മാറ്റാൻ നോമ്പാവോ? കള്ളാ വിട്ടിയാല് തലക്കുന്നേ നോക്കണ്ടേ? അപ്പൊ നിസ്കാരവും ബാത്തിലാവും, നോമ്പ് ബാത്തിലാവും, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഷഹാദത്തിന്റെ ബാത്തിനെ പറ്റി നിസ്കാരം ആകെ ഒരു ദിവസം 5 നേരമല്ലേ ചെയ്യേണ്ടുള്ളൂ. ബാക്കി 12 മണിക്കൂർ 22 മണിക്കൂർ ഫ്രീ അല്ലേ? സക്കാത്ത് വർഷത്തിൽ 1 പ്രാവശ്യമല്ലേ ചെയ്യണ്ടു, ബാക്കി വർഷം മുഴുവനും ഫ്രീ അല്ലേ? ഹജ്ജ് ജീവിതത്തിൽ 1 പ്രാവശ്യമല്ലേ ചെയ്യണ്ടുള്ളൂ, ജീവിതം മുഴുവനും ഫ്രീ ആയില്ലേ? റമദാൻ മാസം വർഷത്തിൽ 1 മാസമല്ലേ നോമ്പ് നോക്കണ്ടുള്ളൂ, ജീവിതം മുഴുവനും ഫ്രീ. വർഷം മുഴുവനും 11 മാസവും ഫ്രീ ആയില്ലേ? ഷഹാദത്തോ 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കേണ്ട സാധനല്ലേ ഷഹാദ? കാരണം ഷഹാദയാണല്ലോ. നിസ്കാരം സഹിയാകണമെങ്കിൽ ഷഹാദ സഹിയാകണം, നോമ്പ് സഹിയാകണമെങ്കിൽ ഷഹാദ സഹിയാകണം, സക്കാത്ത് സഹിയാകണമെങ്കിൽ ഷഹാദ സഹിയാകണം, ഹജ്ജ് സഹിയാകണമെങ്കിൽ ഷഹാദ സഹിയാകണം. നിസ്കാരം സഹിയാകാനുള്ള ഷർത്തിൽ ഒന്നാമത്തെ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതല്ലേ? മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ പൂർത്തിയാകണം എന്നല്ലേ? അതിനെപ്പറ്റി എന്തായാലും ഗൗരവമായി ചർച്ച ചെയ്യാത്തത്? വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. 5ാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ വസീലയില്ല, ഇടയാളില്ല. ബിജാഹി ബർക്കത്തി, തങ്ങള് ബിബർക്കത്തി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബിബർക്കത്തി സയ്യിദ് മദനി, ബിബർക്കത്തി അഷാദി, ബിബർക്കത്തി ഷാഹുൽ, അങ്ങനെ അതില്ല. അപ്പൊ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിലേക്ക് ചേരാൻ
അള്ളാഹുവേ, നിന്റെ ബഹുമാനപ്പെട്ട സയ്യിദ് മദനിന്റെ ഖബറിന്റെ അടുത്തു നിന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്, എന്റെ ദുആ നീ കബൂലാക്കണമെന്ന് പറഞ്ഞാൽ ഓന്റെ ഷഹാദ ബാത്തിലായി. കാരണം അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ വസീല പറ്റൂല. വസീലക്ക് അനുവദിക്കപ്പെട്ട വബുത്തഹു ഇലൈഹിൽ വസീല, അനുവദിക്കപ്പെട്ട വസീല അഅ്മാലു സാലിഹ. അല്ലാ, ഞാൻ നിസ്കരിച്ചിട്ടാണ് നിന്നോട് ദുആ ചെയ്യുന്നത്, എന്റെ ദുആ കബൂലാക്കണേ, അനുവദിക്കപ്പെട്ടതാണ്. അല്ലാ, ഞാൻ നോമ്പ് നോറ്റിട്ടാണ് നിന്നോട് ചോദിക്കുന്നത്, അനുവദിക്കപ്പെട്ടതാണ്. പാവപ്പെട്ടവനൊരു 100 രൂപ സക്കാത്ത് സദക്ക കൊടുത്തു, എന്നിട്ട് പറയാ അല്ലാ, ഞാൻ എനിക്ക് 100 രൂപ കൊടുത്തു നിന്റെ പൊരുത്തത്തിന് വേണ്ടി, നീ സഹായിക്കണേ, അനുവദിക്കപ്പെട്ടതാണ്. അഅ്മാലു സാലിഹാത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാം. ഒരിക്കലും അഷ്ഖാസ് വ്യക്തികളെ വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്യാൻ നിയമമില്ല. നമ്മൾ പറഞ്ഞ വിഷയം അതാണ്. അപ്പോ എല്ലാം ബാത്തിലാക്കി വസീലത്ത് അപ്പോ അമല കൊണ്ടും പറയാൻ പാടില്ല. വഹാബികൾ അങ്ങനെ പറയുന്നു, വഹാബികൾ ഇങ്ങനെ പറയുന്നു. വളരെ കൃത്യമായി അളന്ന് മുറിച്ചിട്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇസ്ലാമിനെ പറ്റി പറയുന്നത്. ഈ പറയപ്പെട്ട 5 കാര്യത്തിൽ ഖാദിയാനികൾക്ക് വേറെ വിശ്വാസങ്ങളില്ല. മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരണമേ എന്ന് ഖാദിയാനി ദുആ ചെയ്യില്ല. യാ മിർസ യാ ഗുലാം എന്നുള്ള കുത്തിവെത്തു അവർക്കില്ല. അവരെ ഷഹാദ ബാത്തിലായത് 2ാമത്തെ ഷഹാദയാണ് ബാത്തിലായത്. അതുകൊണ്ടാണ് അവർ കാഫിറായത്. 2ാമത്തെ ഷഹാദ ബാത്തിലായാൽ കാഫിറാകുമെങ്കിൽ 1ാമത്തെ ഷഹാദ ബാത്തിലായാൽ ഔലിയത്തോട് കാഫിറാവണ്ടേ? അവനെന്തൊരു വിട്ടുവീഴ്ച. മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ സഹിയാകാൻ 5 കാര്യങ്ങൾ അംഗീകരിക്കണം. 1 അൽ മുഹമ്മദിയ, മുഹമ്മദിയത്ത് അംഗീകരിക്കണം. ഞാൻ അംഗീകരിച്ചിരിക്കുന്ന റസൂല് അബ്ദുല്ലാന്റെ പൊന്നുമോൻ, ആമിനായുടെ പൊന്നുമോൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ഇസ്മായിൽ നബിന്റെ കുടുംബം, ഇബ്രാഹിമിന്റെ പേരക്കുട്ടി മുഹമ്മദി എന്ന വ്യക്തിയെയാണ് ഞാൻ റസൂലായി അംഗീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിലേ ഷഹാദ സഹിയാവുള്ളൂ. ഏതോ മുഹമ്മദ്, എന്തോ മുഹമ്മദ്, അതൊന്നും എനിക്കറിയില്ല. മുഹമ്മദാണ് നബി എനിക്കറിയാം, പോരാ, മുഹമ്മദിയത്ത് അറിയണം. മുഹമ്മദ് നബി എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, എപ്പോഴാണ് രൂപത്ത് കിട്ടിയത്, ആരെ മോനാണ്, ഏത് കുടുംബക്കാരനാണ്, ഏത് നാട്ടുകാരനാണ്, കൃത്യമായി അറിഞ്ഞിരിക്കണം. 2ാമത്തെ ഷഹാദ സഹിയാകണമെങ്കിൽ എല്ലാം കളിക്കും. ഞാൻ എൻ്റെ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരോട് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ എത്ര പെട്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യമായ ഷഹാദ നമ്മുടെ കിതാബുകളിലും നമ്മുടെ ദർസുകളിലും ഉണ്ടെങ്കിലല്ലേ അതൊക്കെ പഠിക്കുള്ളൂ. നമ്മൾ നിസ്കാരം മുതലല്ലേ പഠിച്ചത്. അതേസമയം നിസ്കാരത്തിന്റെ ഫർള് എന്താന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞു തരാൻ തയ്യാറാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു തരാൻ തയ്യാറാണ്. നിസ്കാരത്തിന്റെ ഫർള് എല്ലാവർക്കും അറിയാം, നിസ്കാരത്തിന്റെ ഷർത്ത് എല്ലാവർക്കും അറിയാം. ഷഹാദത്തിന്റെ ഫർളും ഷർത്തും മാത്രം നമുക്കറിയില്ല. എന്തുകൊണ്ട്? അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഷിയാക്കൾ. അത് പുറത്തു കൊണ്ടുവരികയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ചെയ്തത്. ആദ്യമായിട്ടത് കേരളത്തിൽ പുറത്തു കൊണ്ടുവന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയാണ്. അദ്ദേഹം പൊന്നാനിയിൽ താമസിക്കുന്ന കാലം 300 കൊല്ലം മുമ്പ് പൊന്നാനി വലിയ പള്ളിയിലെ മിമ്പറിൽ വെച്ചാണ് ആദ്യമായിട്ട് ഷഹാദ പുറത്തു കൊണ്ടുവരുന്നത്. അതോടുകൂടി വിപ്ലവം ഉണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ സഹിയാകണമെങ്കിൽ മുഴുവൻ ഖബറുകളും പൊളിച്ചു കളയണമെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതി പ്രസംഗിച്ചു. അതാർക്ക് പിടിച്ചില്ല? 1000ഓളം കൊല്ലം പാരമ്പര്യവും പഴക്കവുമുള്ള കൊണ്ടോട്ടി തങ്ങന്മാർക്ക് പിടിച്ചില്ല. അവർ ഷിയാക്കളാണ്. യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകളെ ശിഷ്യന്മാരാണ് കൊണ്ടോട്ടിക്കാര്. അങ്ങനെയാണ് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉറൂസ് വന്നത്. കൊണ്ടോട്ടി ഉറൂസാണ്. കൊണ്ടോട്ടി നേർച്ച എന്നാ പറയാ മലയാളത്തിൽ. കൊണ്ടോട്ടി ശേഖന്മാരാണ് ഇതിന് തലപ്പത്തിരിക്കുന്നവർ. അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉത്സവമായിരുന്നു ആ ഉറൂസ്. അത് ഖബറല്ല, അവർ കൊണ്ടോട്ടി ഇപ്പോഴും അതുണ്ട്. കുബ്ബ, കൊണ്ടോട്ടി കുബ്ബ എന്നതിന് പറയാ. അവിടുത്തെ കൊണ്ടോട്ടി തങ്ങന്മാരുടെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയ ഒരു കുബ്ബ. ആ കുബ്ബ വെച്ചുകൊണ്ടാണ് നേർച്ച. ആനയും പട്ടവും ചോറും ബിരിയാണിയും. അന്ന് മലപ്പുറം ഏറനാട് താലൂക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കാലം. അന്ന് വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ചുട്ടുകൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇരുന്നിട്ട് വിറ്റിട്ട് അതിനെ കൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് 5-6 മാസം ജീവിക്കുക അവര്. അപ്പൊ ജീവിക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് ഉറൂസ്. ഇന്ന് പണമുണ്ടാക്കാൻ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും പണമുണ്ടാക്കാനാണ് ഇന്ന് ഉറൂസ്. അന്ന് പാവങ്ങൾക്ക് കഞ്ഞി കുടിക്കാനായിരുന്നു ഉറൂസ്. കൊണ്ടോട്ടി തങ്ങന്മാർ ഇളകി. ഇന്ന് സെൽഫികൾക്കെതിരിൽ ഷിയാക്കൾ ഇളകുന്നത് പോലെ അന്ന് കൊണ്ടോട്ടി തങ്ങന്മാർ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെതിരായിട്ട് ഇളകി. ഷെയ്ഖ് മഖ്ദൂം പിഴച്ചവനാണ് എന്നവർ ഫത്വ കൊടുത്തു. എന്താ കാര്യം? ഖബർ പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ ഖബർ, ഉയർന്ന ഖബർ ഉണ്ടാകാൻ പാടില്ല, ഷഹാദത്തിനെതിരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയെ ബാത്തിലാക്കാനുള്ള ആദ്യത്തെ ഏർപ്പാട് ഖബറുകളാണ്, ജാറങ്ങളാണ്, ദർഗകളാണ്.
ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ അത് പറഞ്ഞത്? മുജാഹിദികളാണോ വഹാബികളാണോ ആദ്യം പറഞ്ഞത് അത് ഖബർ പൊളിക്കണമെന്ന് പറഞ്ഞത്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഷാഫി മദ്ഹബുകാരനല്ലേ? ഇന്നും ഷിയാക്കളെ ദർസിൽ ഓതുന്ന ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആൾക്കാരുണ്ടാക്കിയതല്ലേ? ആ ഫത്ഹുൽ മുഈനിൽ തന്നെ ഇല്ലേ ഉയർന്ന ഖബർ പൊളിച്ചു കളയണമെന്ന്, ഹറാമാണ് ഖബർ പൊട്ടിപ്പൊന്തിക്കല് എന്ന്? അത് വഹാബിലാണോ ഖബർ പൊളിക്കാൻ ആദ്യമായിട്ട് പറയുന്നത്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഷഹാദത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഷഹാദത്ത് പറയാൻ തുടങ്ങിയ ഖബർ പറയാതിരിക്കാൻ പറ്റൂല കൂട്ടരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ചർച്ചയ്ക്ക് വന്ന ആദ്യം ചർച്ചയ്ക്ക് വരിക ഖബറാണ്, ജാറങ്ങളാണ്, ദർഗകളാണ്. ദർഗകളെ കൊണ്ട് പണമുണ്ടാക്കാൻ മെനക്കിടുന്ന പുരോഹിതന്മാരും ഭരണകൂടങ്ങളും ഉമറാക്കളും പഴയ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെറിയ ചെറിയ പെട്ടിക്കച്ചവടം നടത്താനുള്ള സാധുക്കളും ഇവർക്കാർക്കും ഖബർ പൊളിക്കുന്ന ഇഷ്ടമല്ല. അവര് ജീവിതമാർഗമാണ് ഖബർ, അവരുടെ ജീവിത വഴിയാണ് ഖബർ. അതുകൊണ്ടാണ് ഷഹാദത്ത് വെളിവാക്കാത്തത്. കൊണ്ടോട്ടി അങ്ങനെ രണ്ട് ഗ്രൂപ്പായി. പൊന്നാനിക്കാർ വേറെ ഗ്രൂപ്പ്, കൊണ്ടോട്ടിക്കാർ വേറെ ഗ്രൂപ്പ്. ഇന്ന് ഒരു മഹലിൽ രണ്ട് ഗ്രൂപ്പ് ഉള്ളതുപോലെ, ഷീഈ ഗ്രൂപ്പ്, സലഫി ഗ്രൂപ്പ് ഉള്ളതുപോലെ അന്ന് രണ്ട് ഗ്രൂപ്പുണ്ട്. അന്നത്തെ സലഫി ഗ്രൂപ്പ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആൾക്കാരാണ്, ഷീഈ ഗ്രൂപ്പ് കൊണ്ടോട്ടി തങ്ങന്മാരുടെ ആൾക്കാരുമാണ്. ഈ കൊണ്ടോട്ടി തങ്ങന്മാരുടെ തീവ്രമായ ഷഹാദത്ത് വിരുദ്ധ പ്രവർത്തനത്തിനെതിരായി മലബാറിലെ മഖ്ദൂം തങ്ങളുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഉലമാക്കൾ, അന്ന് എന്ത് വഹാബി എന്ത് മൗദൂദി, മഖ്ദൂം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉലമാക്കളാണ് ആദ്യമായിട്ട് സംഘടിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ ജാറങ്ങൾക്കെതിരെ വളരെ ശക്തമായ ഒരു ഇടപെടൽ വേണം. അങ്ങനെയാണ് ജമിയത്തുൽ ഉലമായി അഹ്ലി സുന്നത്തി വൽ ജമാഅ ബി കേരള എന്ന സംഘടന ഉണ്ടാക്കുന്നത്. ആ സംഘടന മാഷാ അല്ലാഹ് മലബാർ ഭാഗത്തുനിന്ന് യാത്രാ സൗകര്യങ്ങളില്ല. 100 കൊല്ലം മുമ്പ്, 102 കൊല്ലം മുമ്പ് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ, കെ എം മൗലവിയെ പോലെയുള്ള മഹാന്മാർ നവ്വറല്ലാഹു മർഖദഹു പാടുപെട്ട് മെനക്കെട്ടു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആശയം വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും കേരള ആ ജമിയത്തുൽ ഉലമാന്റെ ഉള്ളിലുള്ള ചില ഷീഈ മാനസികാവസ്ഥയുള്ളവർ, അതായത് മരിച്ചുപോയവരുടെ ഖബറുകൾ വെച്ച് ജീവിക്കുകയും അങ്ങനെ കുത്തുബിയത്ത് റാത്തീബ് മൗലൂദ് മുതലായവ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന കുറെ മുസ്ലിയാക്കന്മാർക്ക് അത് സഹിച്ചില്ല. അവർ ഉള്ളിലൂടെ തിരിപ്പുണ്ടാക്കി. അവർ പറഞ്ഞു ഈ പോക്ക് പോയാൽ അപകടമാണ്. ഇവർ ഔലിയാക്കൾ അങ്ങനെ എന്തെങ്കിലും കാരണം വേണമല്ലോ. അന്ന് പറഞ്ഞ കാരണം ഇവർ ഔലിയാക്കന്മാരെ തള്ളുന്നവരാണ്, ഇവർ ദിക്ർ തസ്ബീഹാത്തുകളും സലാത്തും തള്ളുന്നവരാണ് എന്ന് പറഞ്ഞിട്ടല്ലേ 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള സംഘടന ഉണ്ടാക്കിയത്. വെറും റാത്തീബിനും മൗലൂദിനും കുത്തുബിയത്തിനും വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഘടനയല്ലേ അത്? ഇപ്പോഴും നിലനിൽക്കുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ അത്? ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ചരിത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേ അവസരത്തിൽ മുഹമ്മദീ റിസാലത്തിന്റെ ഷഹാദ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിൽ മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ വിഷയം അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് 100% 916 കാരറ്റ് അടിമയാണ്. ഒരിക്കലും മഅബൂദിന്റെ അംശം മുഹമ്മദിലേക്ക് ചേരാൻ പറ്റൂല. അത് അംഗീകരിച്ചിരിക്കണം. എന്നാണ് അബ്ദായിട്ട് തന്നെ കാണണം, അഷ്റഫുൽ ഖൽഖിനെ മഅബൂദായിട്ട് കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ ബിഹഖി മുഹമ്മദിൻ ഇല്ല, യാ മുഹമ്മദ് മദദ് ഖുതുബീദി ഇല്ല. കാരണം മുഹമ്മദ് വെറും ഒരു അടിമയാണ്. അത് അംഗീകരിക്കുന്ന ഷഹാദത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? അതും ഇരിക്കുന്നു. നോമ്പാണെങ്കിലും ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. ഞാൻ നിർത്തിത്തരാം. മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം, അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അബ്ദാണ്, അബ്ദുള്ള അല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അല്ലാഹു തആല എടുത്തു പറഞ്ഞത് മുഹമ്മദിനെ അബ്ദ് എന്നാണ്. അതുകൊണ്ട് മഅബൂദിയത്തിന്റെ ഒരംശം പോലും നബിതങ്ങളിലേക്ക് ചേർക്കാൻ പറ്റൂല, ഒരംശം പോലും ചേർക്കാൻ പറ്റൂല. മൂന്നാമത് നുബുവത്ത് അറിഞ്ഞിരിക്കണം. ആ വിഷയം പൂർത്തിയാക്കിത്ര, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. മൂന്നാമത് നുബുവത്ത് അറിഞ്ഞിരിക്കണം, രണ്ടാമത്തെ ഷഹാദ സഹിയാകാൻ. നാലാമത് റിസാലത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് നബി നബിയാണ് എന്ന് അംഗീകരിക്കണം. എന്താണ് നബി? നിലവിലുള്ള ഇസ്ലാമിക സംവിധാനത്തിൽ പരിശീലനം നൽകുന്ന അധ്യാപകനാണ് നബി. നാലാമത് റസൂൽ റിസാലത്ത് അംഗീകരിക്കണം. എന്താണ് റസൂൽ? അതിൽ നിന്ന് തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദഅവത്ത് നടത്തുന്ന ആളാണ് റസൂൽ. നുവ്വത്തും റിസാലത്തും ഞാൻ വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ്. അഞ്ചാമതായിട്ട് നാം എന്തംഗീകരിക്കണം? ശരീഅത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് അംഗീകരിക്കണം. ഈ 5 കാര്യങ്ങൾ അംഗീകരിച്ചാലേ രണ്ടാമത്തെ ഷഹാദ സഹിയാവുള്ളൂ. രണ്ടാമത്തെ ഷഹാദ സഹിയായാലേ ഒന്നാമത്തെ ഷഹാദ സഹിയാവുള്ളൂ. ഇതിൽ
ഖാദിയാനികൾക്ക് വന്ന പിഴവ് എവിടെയാണ്? രണ്ടാമത്തെ ഷഹാദയിലെ മൂന്നാമത്തെ കാര്യത്തെ അവർ തള്ളി, അതോടുകൂടി അവർ കാഫിറായി. ഷിയാക്കൾ ഒന്നാമത്തെ ഷഹാദയിലെ 5 കാര്യവും തള്ളി, അതുകൊണ്ട് അവർ ഡബിൾ കാഫിറായി. പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? കൂട്ടുകാർ കൂടുതൽ അവരായതുകൊണ്ട്, അവരെ കല്യാണത്തിൽ പോയി ബിരിയാണി തിന്നതുകൊണ്ട്, അവരെ ആൺമക്കളെ പുതിയാപ്പിളയൊക്കെ എടുക്കുന്നതുകൊണ്ട്, അവർ നമ്മളെ പെൺമക്കളെ അവർക്ക് കെട്ടിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് പറയാൻ മടിയും ബുദ്ധിമുട്ടും അല്ലേ? ഖാദിയാനികൾ കാഫിറാന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അവരാരെയും ബിരിയാണി തിന്നാൻ ആരും പോക്കില്ല, നിങ്ങൾ ആരെയും വിളിക്കലുമില്ല. ഖാദിയാനികളുടെ കല്യാണത്തിന് ആരും വിളിക്കലുമില്ല, ആരും പോക്കുമില്ല. അവരെ വോട്ടിന്റെ ആവശ്യമില്ല, അവർ ന്യൂനപക്ഷമാണ്. അവരെ പൈസന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവർ കാഫിർ. ഇവരെ പൈസന്റെ ആവശ്യമുണ്ട്, ഇവരെ കല്യാണത്തിന് പോയിട്ട് ബിരിയാണിയും തിന്നണം, ഇവരൊന്നിച്ച് എല്ലാ കാര്യത്തിനും കൂടണം, കല്യാണത്തിനും പങ്കെടുക്കണം, പുതിയാപ്പിളയൊക്കെ എടുക്കണം, പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കണം. അത് ദർഗിയിൽ വെച്ച് നിക്കാഹ് ചെയ്താലും തിരക്കേടില്ല, ഞമ്മും ഞിമ്മും ഒന്ന് അല്ലേ? ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതെ, ഒരു കാലഘട്ടത്തിൽ സലഫികൾക്കത് മനസ്സിലായിരുന്നു, ഇപ്പം മനസ്സിലാകുന്നില്ല. കാരണം സഹവാസം കൂടുതലായി, സാമ്പത്തിക സഹവാസം, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സഹവാസം കൂടുതലായി. അതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതല്ല, മരിക്കുന്നത് വരെ ഈ ദൗത്യം തുടരുക. അള്ളാന്റെ റസൂൽ അല്ലാഹു തആല പറഞ്ഞു, ഫസ്ദഅ ബിമാ തുഉമർ, ഓ മുഹമ്മദ് നബി, നിങ്ങളോട് കൽപ്പിച്ച വിഷയം നിങ്ങൾ ഉറക്കെ പറയുക. ഫഅരിദ് അനിൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കണ്ട, അവരെ വിട്ടേക്കീൻ, അക്കാര്യം ഞാൻ ഏറ്റു. നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ഉറക്കെ പറ. അതെ, മരിക്കുന്നത് വരെ ഉറക്കെ പറയണം. രണ്ടാമത്തെ ഷഹാദയിലെ മുഹമ്മദിയത്ത് അംഗീകരിക്കാൻ അവർ തയ്യാറാണ്, അബ്ദിയത്ത് അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. അതേ അവസരത്തിൽ മൂന്നാമത്തെ കാര്യമായ നുബുവത്തിന്റെ വിഷയം വന്നപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് ശേഷം വേറെയും നബി വരാം, അന്നബിയാണ് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി. അതേ അവസരത്തിൽ റിസാലത്തിന്റെ വിഷയം, മുഹമ്മദ് റസൂലാണ്, ഖാദിയാനി റസൂലല്ല, നബി മാത്രമാണ്. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി റസൂലല്ല, നബി മാത്രമാണ്. അപ്പം റിസാലത്തിനെ അംഗീകരിക്കുന്നുണ്ട് അവര്. ശരീഅത്ത്, മുഹമ്മദ് ഈ ശരീഅത്തനുസരിച്ചാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്. 5 കാര്യത്തിൽ ഒരു കാര്യമായ നുബുവത്തിനെ നിഷേധിച്ചതിന്റെ പേരിൽ നാം ഖാദിയാനികളെ കാഫിറാക്കിയെങ്കിൽ, ഒന്നാമത്തെ ഷഹാദയിലെ 5 കാര്യത്തെ നിഷേധിച്ച ഷിയാക്കളെ കാഫിറാക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇനിയുമുണ്ട് ചിലതറിയാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തിയത് ആരോടാണ്? ഇപ്പം നമ്മൾ ദഅവത്ത് നടത്തുന്ന ആരോടാണ്? അന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇടഞ്ഞത് ആരോടാണ്? ഇന്ന് നമ്മൾ ഇടയേണ്ടത് ആരോടാണ്? അന്ന് റസൂലുള്ളാഹി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അന്ന് കാഫിരീങ്ങളെ എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് വിളിച്ചത് ആരെയാണ്? അന്ന് നൂഹ് നബി ലാ തദ്റ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അന്ന് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? മുഹമ്മദ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ഇപ്പൊ നമ്മൾ കാഫിർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അള്ളാഹു അവസരം തരുമ്പോൾ നമുക്ക് കൂടുതൽ മരിക്കുന്നത് വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹു എല്ലാ അവസരവും തരട്ടെ, അതിനാവശ്യമായ അറിവുകളും അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ആവശ്യമായ അമലുകൾ കൃത്യസമയത്ത് നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരിൽ പെടാനും ഈ ഉറച്ച ഷഹാദയുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ സ്വന്തക്കാരായിട്ടൊരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടാകും, ആ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്കും ഉമ്മത്തിനും പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.